പറഞ്ഞു മനുഷ്യന്മാരെ കാര്യാണോപ്പേ എപ്പ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അപ്പൊ അഥവാ ഇനി എങ്ങാനും ഞാൻ ചത്തുപോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇനി വേറെ കല്യാണം കഴിക്കുന്ന കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുണ്ടാ കൈ കഴുകിയിട്ട്? ഞാൻ അമ്മ പറഞ്ഞ അനുസരിക്കൂല. എന്തേ അമ്മക്ക് എന്താണ് ഇങ്ങനെ വാട്ടുന്നുണ്ടോ? തട്ടി തന്നെ വാട്ടിയാ പോരെ. ആരിത് എന്നാ പിടിക്കുന്നവാ ഉള്ളിലേക്കടാ അടി കഴിഞ്ഞട്ടാ. ഇതെന്തുവാടി ഒരു സൈഡ് ഞാനതൊന്ന് കാണിക്കട്ടല്ലേ? കാണിക്കാണ്ട് എന്നെ കാണിക്കാണ്ട് ഇവിടെ പാത്രം മാറ്റുന്നുണ്ട് ഗൈസ്. ഇത് സത്യമാണെന്ന് പറയുന്നത്. നികയുടെ തക്കാളി വാട്ടിയന്റെ ഫാനാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം അത്. അതെന്തായാലും ഇന്ന് നിങ്ങൾ കണ്ടു നോക്കും. ഞാൻ കാണിച്ചു തരാം. നിനക്കായിതാ ഓമലേ പാടുമീനം. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ്. എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ സമയം രാവിലെ ഏതാണ്ട് 7 മണി അടുപ്പിച്ചായിന്ന് തോന്നുന്നു അല്ലേ? ഇന്ദ്രുവിന് എന്ത് 7 മണി വന്നു? ഇന്ദ്രുവിന് സ്കൂളിൽ പോണം. ഇന്ദ്രുവിന് സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ട് അല്ലേ ഇന്ദ്രു? പക്ഷേ പഠിപ്പിക്കൂല. പാട്ടൊക്കെ പാടാനുണ്ട്. പാട്ട് പാടാനുണ്ട്, പഠിപ്പിക്കൂല. ഒരു പാട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇന്ദ്രു. അതൊക്കെ പാടാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ. പിന്നെ നമ്മളപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വെറുതെ ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ച്. ഒന്നുമില്ല, ഇന്നത്തെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വീട്ടിലെന്താ ഉള്ളത് അതൊക്കെ നമുക്കൊന്ന് വെറുതെ കാണാൻ ഇങ്ങനെ. നല്ലോണം പാടിയിരിക്കും ട്രോഫി. ഇവിടെ നമ്മളിപ്പോൾ ഞാനും ഇന്ദ്രുവും മാത്രമേ ഉള്ളൂ. ഇപ്പറതാ രണ്ടുപേരില്ല. നികി രാവിലെ നമ്മൾ ഉറക്കേറ്റപ്പോഴേ നികി രാവിലെ പോയിട്ടുണ്ടായി. എന്തൊക്കെയോ പരിപാടി അടുക്കളയിലൊക്കെ ആക്കുന്നുണ്ടാവും, നോക്കാം നമുക്ക്. പിന്നെ ദുഗു ഇന്നലെ മറ്റേ നന്ദു ചിറ്റേൻ്റെ ഒപ്പം കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് സ്കൂളിലെ ദുഗുവിന്. അതുകൊണ്ട് നന്ദു ചിറ്റേൻ്റെ ഒപ്പം കിടക്കാൻ വേണ്ടി പോയി. നികിൻ്റെ മാമൻ്റെ മോളുടെ അടുത്ത്, മാമൻ്റെ വീട്ടിൽ അടുത്ത് തന്നെ അവിടെ പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ മെല്ലെ മെല്ലെ അങ്ങോട്ട് എണീറ്റ് താഴോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് അല്ലേ? പല്ലിയാക്കണ്ടേ നമുക്ക്? പിന്നെ താഴോട്ട് ഇറങ്ങുമ്പോൾ കിടക്കാൻ തോന്നും. അപ്പം എന്നാ പിന്നെ നമുക്ക് മെല്ലെ അങ്ങോട്ട് താഴോട്ടേക്ക് ഇറങ്ങാം. പിന്നെ എന്നിട്ട് വിശേഷങ്ങളൊക്കെ എന്താന്ന് നോക്കാം. നിക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ബാ ഇന്ദ്രു. അച്ഛൻ പുതപ്പെല്ലാം വിരിക്കുന്നുണ്ട് അമ്മേടെ കയ്യിൽ കലമ്പ് കിട്ടാൻ വേണ്ടിട്ട് അല്ലേ? അച്ഛനെ കാണുന്നില്ല, മോന്റെ മുഖമുള്ള കാണുന്നത്. ക്യാമറ കൊടുത്തിരിക്കട കള്ള. ഇപ്പൊ കാണുന്നില്ല അച്ഛൻ. അതാണ് സംഭവം, മനസ്സിലായോ? തിരിച്ചിട്ട് പോവാ. ഞാനാട്ടോ ക്യാമറ എടുക്കുന്നേ. കണ്ടില്ല. ഇത് താഴെ പോയിട്ട് അമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക എന്താണെന്ന്, മനസ്സിലായോ? ക്യാമറ പിടിച്ചു പോയിട്ട് അമ്മേന്റെ വിശേഷം ചോദിക്കാം. അമ്മേ ഹായ്. അച്ഛാ പറഞ്ഞു അമ്മേന്റെ വിശേഷങ്ങളെല്ലാം ചോദിക്കാൻ. അമ്മേന്റെ വിശേഷങ്ങളെല്ലാം ചോദിക്കാനാ? ആരാ ഇത് വിശേഷം ചോദിക്കാൻ വന്നത്? താനാണ് യൂട്യൂബർ അല്ലേ? ഞാൻ ക്യാമറയും കൊടുത്ത് വിട്ടതാണ്. നിന്റെ വിശേഷങ്ങളിൽ എന്താന്ന് ചോദിക്കാൻ. ചോദിച്ചാ ഞാൻ ഇങ്ങനെ നിന്നിരുന്ന് ഇവിടെ തുടക്കുന്ന സമയത്താണ് അമ്മേന്നും പറഞ്ഞ് വിളിച്ചത്. ഏത് ഭാഗമാണ് വീഡിയോയിൽ എടുത്തേന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല അല്ലെ ഇന്ദ്രു? നമുക്ക് നോക്കാം അല്ലേ? നല്ല ഭാഗമാണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തോളാം അല്ലെ ഇന്ദ്രു? അപ്പൊ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് നിക്കി. എന്താ നിന്റെ രാവിലത്തെ പരിപാടികൾ? നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു, ഞാനും ഇന്ദ്രും കൂടി. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തുടങ്ങി. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പരിപാടി. ഇന്നലെ സ്കൂൾ നോക്കുന്ന കാരണം എന്തായിരുന്നു? അല്ല അപ്പൊ എന്താ നിന്റെ പരിപാടികള്? എന്ത് സമയം 7:15 7:30 7 മണിയായി ഉറങ്ങിച്ചപ്പം അതിനൊരു കാരണം ഉണ്ടാവില്ല. 7:15 ഉറങ്ങിച്ചേന്ന്. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ 6 മണിക്ക് 6:30 അലാറിനെല്ലാം വെച്ചതാണ്. എന്നിട്ട് ഈ ഓപ്പ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് ഞാനിട്ട് ബാത്റൂമിൽ പോയി വന്ന് കിടന്നിട്ട് അലാറിനെ ഓഫാക്കിട്ട് കിടന്നുറങ്ങി. ഓപ്പ പറഞ്ഞ അലാറിന് 6 മണിക്കുള്ള അലാറിന് അടിച്ചേ.
ഞാൻ 6 മണിക്കോ 6:30ക്കോ അലാറം വെക്കലുണ്ട്. കാരണം 6 മണിക്ക് എഴുന്നേറ്റ് ഇങ്ങനെ കിടന്ന് കുറച്ചു നേരം കിടന്ന് ഉറക്ക ക്ഷീണെല്ലാം മാറ്റിട്ട് 6:30ക്ക് എഴുന്നേറ്റ് വരാന്നില്ല. 6 മണിക്ക് അലാറം അടിച്ചപ്പോഴേക്കും പറയുന്നു അലാറിലൊന്ന് ഓഫാക്കി വെച്ചത്. ഞാൻ വിചാരിച്ച നീ എനിക്ക് വേണ്ടി വെച്ച അലാറമാണെന്നാണ് അത്. 6 മണി ഇതിനോട് ഇന്നലെ 6 മണിക്ക് അലാറം വെച്ചേന്ന് പറഞ്ഞു. നീ അത് ഓഫാക്കാൻ പറഞ്ഞു. സ്നേഹനിധിയായ ഭാര്യ എന്നുള്ള നിലയില് 2 അലാറും ഞാൻ ഓഫാക്കി വെച്ചു. അയ്യോ പറഞ്ഞ് 7:10 എന്ന് പറഞ്ഞപ്പോഴും ഞെട്ടി എണീച്ചത്. നന്നായി. അപ്പെങ്കിലും ഞാൻ വിളിച്ചില്ലെങ്കിൽ അപ്പൊ കിടന്നുറങ്ങിയ ചെക്കനൊന്നും സ്കൂളിൽ പോക്കുണ്ടാവില്ലായിരുന്നു. അപ്പൊ എന്താ പരിപാടി എന്നിട്ട്? പൂരിയും മുട്ട റോസ്റ്റും. പൂരി മുട്ട റോസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടതാണത്. ഇന്ദ്രുവിന് ഇഷ്ടമല്ല ഇന്ദ്രു പൂരി മുട്ട റോസ്റ്റും? ഇന്ദ്രുവിന് ഇഷ്ടമാണ്. പക്ഷെ ഇന്ദ്രു സ്കൂളിൽ പോകുന്ന സമയത്ത് ഫുഡ് കഴിക്കൂല. എനിക്ക് ചായ കാണുമ്പോ എനിക്ക് കൊതിയാവുന്നു. എനിക്ക് സത്യം രാവിലെ എന്നിട്ട് ഇങ്ങനെ ഒരു ചായ കാണുമ്പോ കുട്ടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കൊതിയായിട്ട് വയ്യ. ഷുഗർ കട്ടാണ്, ഷുഗർ കട്ട്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ മറ്റേ വീഡിയോയില്, ഞാൻ ഇങ്ങനെ ചായ കുറേ പോകാൻ തോന്നും. വല്ല കാലത്ത് പോകുമ്പോ ട്രിപ്പ് പോകുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചായ എടുത്താല് അത് നമ്മൾ കടയിൽ നിന്ന് ചായ എന്താ ഇത്രേ ഉള്ളൂ. ഈ ഒരു സിപ്പ് മാത്രം. ഇതിനാണ് സൺഡേ എല്ലാം തന്നെ മറ്റേ വല്ലാണ്ടായി കളഞ്ഞത്. അതെ, ചായ കുടിച്ചില്ലല്ലോ. കണ്ടില്ല, ചുണ്ടത്ത് വേറെ തൊട്ടതേ ഉള്ളൂ. മനസ്സിലായ? അത്രേ ഉള്ളൂ. അതാണ്. അപ്പൊ എന്താ ചെയ്യാൻ പോകുന്ന നീ? മുട്ട വിഴുങ്ങാൻ വേണ്ടി പോകുന്ന? ആ ഇത് എടി നീക്ക് ഇത് തുരുമ്പെടുത്തല്ല ഉള്ളില്, ഇതിന്റെ പാത്രത്തിന്റെ ഉള്ളിൽ. തുരുമ്പൊന്നല്ല, അത് ലാസ്റ്റ് ഇതാവുമല്ല വെള്ളം. വെള്ളം പറ്റുമല്ലോ മൊത്തത്തില് പറ്റിട്ട്. നല്ലതല്ലേ മുട്ട പുഴുങ്ങുന്ന സംഭവം അല്ലേ? ഇതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ട്. ഇതില് ഞാൻ ഇതായിട്ട് പറഞ്ഞല്ല കേട്ടോ. അതില് മുട്ട പുഴുങ്ങിയിട്ട് നമ്മള് കഴിക്കുമ്പോ ഇല്ലേ ആ മുട്ട ടേസ്റ്റ് ഉണ്ട്. അതെന്താന്നറിയോ? നമ്മളീ നല്ല സോഫ്റ്റ് ആണ് അതിൽ മുട്ട. അങ്ങനെ ഒരു ഗുണം കണ്ടിട്ടുണ്ട് അതിനകത്ത് പുഴുങ്ങുന്നതില്. പിന്നെ അത് മാത്രല്ല നമുക്ക് ഞാൻ എപ്പോഴും പുഴുങ്ങില്ല കേട്ടാ. മറ്റേന്നാണ് നമുക്ക് പുട്ട് ഇടിയപ്പം എല്ലാം ആക്കുമ്പോ ഞാൻ വെള്ളത്തിലിട്ടിട്ട് തന്നെയാണ് പുഴുങ്ങല്. അല്ലാണ്ട് സംഭവങ്ങളാക്കുമ്പോ മുട്ട റോസ്റ്റ് ആക്കണമെങ്കിൽ ഇതിൽ വെച്ച് പുഴുങ്ങും. അതെ, നല്ലതാണതല്ലേ? നല്ലതാണ്. നമ്മളിത് വാങ്ങിയതല്ല, നമുക്കൊരു പ്രമോഷന്റെ ഭാഗമായിട്ട് കിട്ടിയതാ. ഇതും പിന്നെ നികിട ഈ ഗണേഷ് ദേഷ്യം വരുമ്പോ നീക്ക് ഇങ്ങനെ പറഞ്ഞില്ലേ വലിക്കും. എന്നാ ഇതിന്റെ പേര് ചോപ്പറും. പാട്ട് പാട് കേക്കട്ടെ. സ്കൂളിൽ ചെറിയൊരു പാട്ടാണ്. അണ്ണാരക്കണ്ണാത്തെ മടിക്കുട്ട ഇന്ന് നീ എങ്ങോട്ടാ? വാഴക്കൂടപ്പന്റെ തേൻ കുടിക്കാന് പോകുന്ന പോക്കാണ്. എങ്ങനെ വന്നു നിന്റെ മുതുകില് 3 വരകള്? ശ്രീരാമസ്വാമി തൊട്ട് തന്നൊരു ഭസ്മക്കുറിയാണ്. അടിപൊളി. അമ്മച്ചി എന്താണ് പരിപാടി? ഉറക്കണീറ്റോണ്ടാ ഇങ്ങനെ നിക്കണല്ലേ? ഉറക്ക ക്ഷീണം മാറിയിട്ടില്ലേ? അതെയാ, നല്ല തന്നെ. എന്തായാലും വലിയ അമ്മേനെ തേക്കണമല്ല. അപ്പൊ തുണി അലക്കാനിട്ടാ ഉള്ളത് അല്ലേ? അപ്പൊ രാവിലെ തുണി അലക്കലാണ് ഗൈസ്. പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ. നിക്കിയപ്പ അതിനിടക്ക് മുട്ടകൾ നിരത്തി വെച്ച് എത്ര മുട്ടയാണത്? 6 മുട്ട. 7 മുട്ട 7 വെക്കാം അല്ലേ? അപ്പൊ 7 മുട്ട അതിൽ പുഴുങ്ങിയെടുക്കാം. മുട്ട പുഴുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോ അതിങ്ങനെ എല്ലായിടത്തും ഉണ്ട്. ഞാൻ പിന്നെ വെറുതെ അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമുക്കിപ്പോ കുറച്ച് മുമ്പ് പറഞ്ഞത് അത് മുട്ട പുഴുങ്ങി കഴിയുമ്പോ അത് ഓഫ് ആവും. അത്രേ ഉള്ളൂ സംഭവം, വേറെ ഒന്നുമില്ല. പിന്നെ വേറെന്താ? ഇപ്പൊ അച്ഛനോടെ പോയമേ? കക്ക വരാൻ പോയാ? എളമ്പക്ക ഉണ്ട് ഇവിടെ നമ്മുടെ പുഴയില്. അന്ന് പറഞ്ഞല്ലോ എളമ്പക്ക ഉണ്ട്. അപ്പൊ എളമ്പക്ക പോയിട്ട് വാരും. അച്ഛനും പിന്നെ നികിട മാമനൊക്കെ ഉണ്ട്. വാരിയിട്ട് നമുക്ക് കറിക്കും കിട്ടും, പിന്നെ അവര് കൊടുക്കുകയും ചെയ്യും. അതിന് പൈസയും കിട്ടും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഹലോ, എന്താണ് ഇരിക്കുന്നത്? എന്താ ചെയ്യാൻ പോകുന്നേ? ചെണ്ടോട്ടാൻ വേണ? ഇത് പാത്രം ഇവിടുന്ന് ഒരു വിള്ളല്, ഒരു ചോർച്ച, ചെറിയൊരു ചോർച്ച. എന്റെ പൊന്നു മോളെ, ഇത് കണ്ടില്ല? ഇത് പഴയ പാത്രമായിരിക്കും. നല്ല പാത്രമാണ്. എന്നിട്ട് ഇതിനെന്തോ ഇത് ഇങ്ങനെ ഇതിന്റെ കാലാവധി എത്തി, ജോയിന്റ് ഒക്കെ പോയി.
പക്ഷെ ഇത് കളയുന്നില്ല. എന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ MC-യിൽ ഇങ്ങനെ ഇന്നലെ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. എന്നിട്ട് വാങ്ങിച്ചിട്ട് അത് ഒട്ടിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇതെല്ലാരും ഒട്ടിച്ചേ? അതൊക്കെ ഞാൻ തന്നെ ഒട്ടിച്ച്. ഇത് അത് ഞാൻ തന്നെ ഇത് എപ്പ ചെയ്തത്? ഇത് പിന്നെ അന്നാള്. എന്നിട്ട് ലീക്കില്ലേ? ഒരു ഇത്തിരിക്കോളം കൂടി ഉണ്ട്. അതുണ്ടല്ല, ഇതെല്ലാം ഒഴിവാക്കി കളയും. പിന്നെ ഇനി അത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് വല്ല ഇപ്പൊ വെള്ളം ഇല്ലാണ്ടാകുമ്പോ അതിനൊക്കെ ഒഴിക്കുക, അല്ലെങ്കിൽ അലക്കാനെടുക്കുക, അതൊക്കെ ചെയ്തൂടെ. പരശുരാമന്റെ കാലത്തുള്ള സാധനമായാലും കളയരുത് കേട്ടാ. അതിങ്ങനെ വാങ്ങി MC മറ്റേ പറക്കും തളിയല മറ്റേ വണ്ടി വരുന്നത് പോലെ ചെറിയ ചെറിയ സുഷിരങ്ങൾ നമുക്ക് മറ്റേ എന്താ പറയാ ചെടികളും പൂക്കളൊക്കെ വെച്ച് അടക്കാന്ന് പറഞ്ഞിട്ട് അവസാനം വണ്ടി വരുമ്പോ മറ്റേ കാട്ടിന്ന് വരുന്ന വാഴയെ കെട്ടി വരുന്നില്ല, അതുപോലെ ചെറിയ ചെറിയ സുഷിരങ്ങൾ അടിച്ചത് മൊത്തം MC-യിലാക്കണം. തിരിച്ചോ അങ്ങനെയല്ല വാരി വെക്കണ്ട MC-യിൽ. ഇങ്ങനെയല്ല, MC-യിൽ നല്ല രണ്ടും കൂടി നല്ലോണം മിക്സ്. പൊടിക്ക് വെള്ളം കൂട്ടണം കൈമ, എന്നാലും അത് ശരിക്കും ആവും. എന്നിട്ട് അത് പിന്നെ ഉണങ്ങുമ്പോ പോയിക്കോളും. അങ്ങനെ ഞാൻ ചെയ്യുക. എന്നിട്ട് വെള്ളം മുക്കി ആക്കിയപ്പോ നല്ല സ്മൂത്തിലവിടെ ആവും. ആരോട് പറയാ? എന്നാ വാച്ചെട്ടിക്കോ ഇന്ന് പാട്ടൊക്കെ പാടണ്ടല്ലേ? അതെന്താ അത് കെട്ടിക്കോട്ടല്ലേ, പിന്നെ എന്തിനാണ് അത് വാങ്ങിയത്? എന്നാ പിന്നെ നീ കേട്ടത് അല്ല. എന്നാലിപ്പൊ തിരക്ക് ഞാനിപ്പോ എവിടെ ഇരിക്കണം? ഞാൻ എടുത്തോളാം പോയിട്ട്. ലോക്കറില് എന്റെ പൊന്നമോളെ, അതെന്താ മറ്റേത് ഡയമണ്ടിന്റെ വാച്ചാ? താഴത്തെല്ലാം വെച്ച് ഇവരെ എടുത്ത് കളിച്ചിട്ടില്ലേ, അത് ചീത്തയാക്കും. വലുതായാലും കെട്ടാല നല്ലതന്നെ. അതെ, വലുതായിട്ട് മറ്റേ വലുതായി മറ്റേ കുറച്ചുകൂടി നല്ലോണം വലുതാവട്ടെ, എന്നിട്ട് കെട്ടിയാ മതിയല്ല. അല്ല, അത് നല്ല വലുതായാലും കെട്ടാൻ പറ്റുന്ന. പിന്നെ അതെ, എടുത്ത് വെച്ചോ. വലുതായിട്ട് കൊടുത്താ മതി, നല്ലോണം വലുതായിട്ട് കൊടുത്താ മതി കേട്ടാ. കുക്കറിൽ എന്താ വെക്കുന്നു? റോസ്റ്റ് കുക്കറിലാ? ഉള്ളിയെല്ലാം വേഗം പാടും അല്ലേ? പക്ഷെ ഞാനൊരു ദിവസം ആക്കിയിട്ട് ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും കുക്കറിൽ തന്നെ ആക്കല് പൈപ്പിന്. ഇപ്പൊ നികിയുടെ സ്പെഷ്യൽ മുട്ട റോസ്റ്റ് ആക്കാൻ വേണ്ടി പോയത്. എന്റെ സ്പെഷ്യൽ ഒന്നല്ല, കുക്കറിൽ മുട്ട റോസ്റ്റ്. കുക്കറിൽ തന്നെയാണ്. അധികം ടൈമില്ലാത്തവരെല്ലാം ആക്കല് കുക്കറിൽ തന്നെയാണ്. അപ്പൊ കുക്കറിലേക്ക് വെളിച്ചെണ്ണ വെച്ച് നമ്മുടെ ഉള്ളിയും പച്ചമുളകെല്ലാം തട്ടി കൊടുക്കുക. ഈ അപ്പൊ തന്നെ കുക്കർ അടിച്ചു കൊടുക്കൂല ഞാൻ കുറച്ചു നേരം ഉള്ളിയെല്ലാം വാടിയിട്ട്. പിന്നെന്താ കുക്കറിൽ വെക്കണേ വ്യത്യാസം എന്താ? അല്ല, കുറച്ചു നേരം ഉള്ളി വാട്ടിയിട്ടേ ഇതാക്കൂല, അല്ലെങ്കിൽ ഉള്ളിയിൽ ഒരു പച്ചച്ചോവ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളു പറയുന്നുണ്ട്, ഉള്ളതാണോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഉപ്പ് വലിച്ചു വാരി ഇട്ടേക്കല്ല നീ. കഴിഞ്ഞ ദിവസം മറ്റേ കക്ക എന്തോ വലിച്ചിട്ട് അതിനകത്ത് വലിയൊരു കല്ലുപ്പ് കിട്ടീന്. അണ്ണാക്കിലോട്ട് പോയിട്ട് എനിക്ക് കിട്ടി, ദുഃഖനും കിട്ടി. പൊടിയുപ്പ് തീർന്നപ്പം ഞാൻ ലേശം കല്ലുപ്പ് എടുത്ത് പൊടിച്ചു വെച്ചു. ഇതിലെ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് കല്ലുപ്പ്. പോയാലും ആവശ്യമുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ വാങ്ങൂലല്ലോ. ഇന്നലെ പോയിട്ട് ചെറുള്ളി ആവശ്യം ഉണ്ടായിരുന്നു, വാങ്ങിനാ നീ? അതെന്നെ പറഞ്ഞത്. ഇതില് മോനെ കിട്ടൂല നോക്കിയാല്. മറ്റേ എവിടെയോ മറ്റേ ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ടല്ല, അത് ഇവിടെ ഉണ്ടോന്ന് പറയാൻ പറ്റില്ല. ബാങ്കിലെ ലോക്കറിലാണോന്ന് പറയാൻ പറ്റില്ല. ഇനി മോന്റെ വാച്ച് പൊടിയുപ്പ് വാങ്ങി, അതല്ല പറഞ്ഞേ. ചെറുള്ളി വാങ്ങിയിട്ടില്ല. എന്തെങ്കിലും ആവട്ടെ പോ. നീയൊക്കെ നേരം മറ്റേ പൊലരുമ്പരെ കിടന്ന് ഉറങ്ങിയിട്ട് അതിന്റെ പണി എനിക്കായിട്ടൊന്നും. ചുമ്മാ ഇടക്കിടക്ക് ഓരോ പണി കൊടുക്ക. എന്തായാലും ഇറക്കി കൊടുത്തേക്കാവുന്നു. ഇതങ്ങ് അടച്ചു വെച്ചാൽ പോരെ. നീ കുക്കറിൽ കിടന്ന് ഉള്ളി നല്ലോണം വെന്തോളൂല്ലേ? ഇതിങ്ങനെ വാട്ടുന്നുണ്ടോ? പിന്നെ ചട്ടി തന്നെ വാട്ടിയാ പോരെ. ആരിത്? എന്നാ പിടിക്കുന്ന വാ, ഇങ്ങ് വാ നീ നിലക്കൂടാ. അയ്യടാ, ഇരിക്കല്ല ഒരു സഹായത്തിന് നമ്മൾ കൂടിയാ പിന്നെ ഉണ്ടല്ലോ, ഒരു നമ്മുടെ തലയിൽ കയറിയിരുന്ന് ചെവി പണ്ട് മുതുകി കയറി ചെവി അടിച്ചെടുക്കുന്ന പറഞ്ഞ പോലത്തെ ആൾക്കാരാണ് നമ്മൾ. നിന്ന് കൊടുത്താ പിന്നെ ഉണ്ടല്ലോ. ഇതന്നെ മോന്റെ വാച്ച്. ഇതാന്ന് വാച്ച്. മറ്റേത് വലിയ വാച്ചല്ലേ, കണ്ണമ്മാമൻ. ഇത് കെട്ടിയാ മതി. ഇത് നല്ല ചെറിയ വാച്ചല്ലേ, അത് നമുക്ക് പിന്നെ കെട്ടാം. ഇത് കെട്ടിയ മോന്റെ കൈ പൊന്തിയില്ലെങ്കിൽ ഇത് കെട്ടാം.
പക്ഷേ ചെറുതായിരിക്കും. വേണോ ഇത് കെട്ടണം എന്നാല് ഇത് കെട്ടിക്കോ ഇത് കെട്ടിക്കോ ഇത് കെട്ടി പോയിട്ടില്ലല്ലോ ഇതുവരെ സ്കൂളിൽ എന്നാ കെട്ടിക്കോട്ടോ അത് കെട്ടിക്കോ നോക്കാം കാര്യം പറയട്ടെ, അച്ഛ പറഞ്ഞ ശരിയാണ്. അച്ഛ പറഞ്ഞിട്ടില്ലേ ഏതെല്ലാം ലോക്കറിൽ അച്ഛ കൂട്ടി വെച്ചിട്ടുണ്ടാവാന്ന്. അച്ഛ പറഞ്ഞ കറക്റ്റ് അച്ഛ. മറ്റേ നമ്മളെ മുകളിലത്തെ വെള്ളാലമാരില്ലേ, അതിന്റെ ഉള്ളില് ഒരു ലോക്കറിന്റെ അതിന്റെ ഉള്ളില് ചാവി കൊടുത്തിട്ട് മുകളിലൊരു കാണാണ്ടുള്ള സ്ഥലത്തും വെച്ചിട്ട് ബാച്ചാട് ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. മക്കളെടുത്ത് കളിക്കുന്നോണ്ട് നമ്മടെ കരുതല അത് കരുതല്. അപ്പൊ എന്തായാലും നമ്മുടെ ഉള്ളി വാടിയിട്ടുണ്ട്. ഉള്ളി വാടിയല്ല, കുക്കർ അടച്ച് വെച്ചല്ലേ. ഇതുപോലെ എനിക്ക് ഇങ്ങനെ മറ്റേ നമ്മുടെ പൂരി ഇങ്ങനെ ചുട്ടി ഇങ്ങനെ പരത്തി തൽക്കാലം കുറച്ചേ ഇടുന്നുള്ളൂ, ബാക്കി കൊണ്ടാക്കി വന്നു. ഈ പ്ലാസ്റ്റിക് പരിപാടി ഇത് സംഭവം എല്ലാരും ചെയ്യുന്നത് എല്ലാരും ചെയ്യലുണ്ടോന്ന് എനിക്കറിയില്ല. ഇത് വേഗം കിട്ടുമല്ലോ, ഒട്ടിപ്പിടിക്കില്ലല്ലോ. ഇതായിട്ടാവൂല അല്ലേ, അതും അധികം ചെളിയാവൂല അല്ലേ? അതല്ലേ പ്ലാസ്റ്റിക് പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതെന്നല്ല. ഓ അപ്പൊ കണ്ട പ്ലാസ്റ്റിക്കിലാണ് എന്താന്ന് അതന്നെ എന്തിനു കണ്ട കൊച്ചു പറയുന്നുണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുണ്ടോ കൈ കഴുകിയിട്ട് മേത്ത് നോക്കുന്ന ശീല? അത് നല്ല ശീലമൊന്നല്ല. പണ്ട് ഞാൻ ആരും എന്തോ ഒരു കൈ എടുത്തിട്ട് എന്റെ പാന്റുമ്മ തൊടുത്തിട്ട് എല്ലാരും പറഞ്ഞു സജീഷ് പാന്റുമ്മ കൈ തുടക്കരുത്, കിട്ടുമോടി ഇപ്പൊ എല്ലാരും. എനിക്ക് കിട്ടും ഇപ്പൊ എല്ലാരും കണക്കിന് പറഞ്ഞു കൊടുക്കും. എനിക്കന്ന് കിട്ടിയ പോലെ എല്ലാരും പറഞ്ഞു കൊടുക്കും. കൈ കഴുകിയിട്ട് ഡ്രസ്സുമ്മ തുടക്കല് ഇഷ്ടമല്ല അല്ലേ? വേണ്ട, അമ്മ ചെയ്യൂല. വേണ്ട, അപ്പൊ നികിക്കുന്ന നല്ല കമന്റ് ഇട്ട് നികി എത്ര ഇതായിരുന്നാലും ഞാൻ തുറക്കൂല. ഞാൻ ഇവളോട് 100,000 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അമ്മ പറഞ്ഞ അനുസരിക്കൂല. എന്തേ അമ്മക്ക് എന്താണ്? ഞാൻ എന്റെ അപ്പൊ ഇത് ഞാനീ പറഞ്ഞതില്ലേ അപ്പൊ ഫസ്റ്റ് ഇടും. ഞാൻ പറഞ്ഞ അനുസരിക്കൂല. അമ്മക്ക് എന്താണ് എന്റെ മാക്സിലല്ലേ ഞാൻ തുടച്ചത്. നമ്മുടെ ഡ്രസ് വേഗം മോശമായി പോകും. അതാണ് ഇവിടെ ഇങ്ങനെ കറ പിടിച്ച പോലെ വെള്ളം തുടച്ചാലാ കൈവ പിടിക്കൂല വേഗം. ശരിയാട്ടാ. അപ്പൊ എന്തായാലും അങ്ങനെ ഇനി പൂരിയുടെ പരിപാടി. ചിരപുരാതനമായ ചീനച്ചട്ടിയിൽ അതിപുരാതനമായ ചീനച്ചട്ടിയിൽ പൂരി. ഇന്ന് ഈ ബാഗ് ഇട്ടിട്ട് പോകുന്ന മോൻ അടിപൊളി. ഇത് അച്ഛന ബാഗല്ലേ പണ്ടത്തെ? ഇതിട്ടോ കേട്ടാ. സ്നാക്സ് ഒന്നും കൊണ്ടുപോകുന്നില്ല. വിശക്കും കുറച്ച് കഴിയുമ്പോ എന്തെങ്കിലും എടുത്തോ, കിഴങ്ങോർത്ത് നമുക്ക് എടുത്തോ കേട്ടോ. നിക്ക് വെളിച്ചെണ്ണല്ല, ഓയിൽ ഗോൾഡ് വിന്നർ, സൺഫ്ലവർ ഓയിൽ അല്ലേ? ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടാ. ഉള്ളി നല്ലോണം പുഴുങ്ങിയിട്ടുണ്ട്. കുക്കറിലിട്ടാ പിന്നെ പുഴുങ്ങിയല്ലേ ചെയ്യാ. ആദ്യം വാട്ടി എന്നിട്ടാണ് പുഴുങ്ങിയത്. പുഴുങ്ങിയ ഉള്ളിയിലേക്ക് ഇത് നമുക്ക് ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വേറൊന്നുമില്ല. വേറെ ഇവിടെ ഒന്നും ഇല്ലാത്തോണ്ടാ? വേറെ ഇവിടെ ഒന്നും ഇല്ലാത്തോണ്ടാ? ഒന്നും ഇല്ലാത്തോണ്ടല്ല, ഞാൻ ഡയറ്റാണ്. അതെന്താ അമ്മയെല്ലാം കയറി ആക്രമിക്കുന്ന? ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് വിചാരിച്ചു എല്ലാരും കയറി എന്റെ എന്നാണ് മീനായ മീനെല്ലാം നങ്കിന്റെ പുറത്ത് എന്ന് പറഞ്ഞ പോലെ തിരക്കായോണ്ടൊന്നും ഇണ്ടാത്തെ. അല്ലെങ്കിൽ ഒരു അമ്മയും മോനും ഞാൻ ശരിയാക്കിയ ഗരം മസാല കൂടിപ്പോയി വന്നില്ല, പോയത് നശിച്ച്. നിനക്ക് നേരത്തെ കാലത്ത് തുടങ്ങിയ പണിയൊന്നല്ല. ഇതാണ് കുക്കറിലിട്ട പ്രശ്നം. കണ്ട ഉള്ളി ഉണ്ടോ മറ്റേ അങ്ങോട്ട് ഇതുപോലെ ഡാളുടെ പോലെ ഉള്ളി എപ്പോഴും മറ്റേ വെളിച്ചെണ്ണ ഇങ്ങനെ വാട്ടി. അമ്മ അവിടെ എല്ലാം ഉള്ള ബാക്കിലാണ്. നീ എവിടത്തെ നോക്കിയാ പറയുന്നത്? ഇവിടെ ബാക്കിൽ ഇപ്പൊ ഉണ്ട്. കഴിഞ്ഞല്ലേ നിന്റെ പരിപാടി? ഏകദേശം കഴിഞ്ഞു. സിമ്പിൾ പരിപാടിയാണ് ഇപ്പൊ മൊത്തത്തില് ഞങ്ങളെ പറ്റിക്കലാണ്. അതെ, കഴുകിയ ഉള്ളിയാന്ന് കേട്ടാ, അല്ല തക്കാളിയാന്ന് കേട്ടാ. പേര് നമ്മൾ തന്നെ അതിനല്ലേ പറയുന്നത്. പരീക്ഷിച്ച് നമ്മളൊരു വകയായി. കൊഴപ്പുണ്ടായില്ലല്ലോ. ഇപ്പൊ അറിയില്ലല്ലോ. അതെ, ഇപ്പൊ അറിയില്ലല്ലോ. തക്കാളി പഴുത്തിട്ടില്ല. ഇപ്പൊ അറിയില്ല, ഇതെല്ലാം പിന്നീട് അറിയില്ല. ഇതിന്റെല്ലാം ഭവിഷ്യത്ത്
അതന്നെ മറ്റേ പുകവലിന്റെ എല്ലാം ഭവിഷ്യത്ത് പിന്നല്ലേ അറിയില്ല അതുപോലെ അല്ലേ. അതാണ് സംഭവം. അപ്പൊ എന്തായാലും നീ തക്കാളി വാട്ടുമ്പോളെ മുട്ട പൊഴിങ്ങല്ലേ. ഇതെല്ലാം ആക്കിത്തരാ ഒരാളില്ലേ, ആക്കിത്തരാ ഒരാളില്ലേ. കഴിയില്ലെങ്കിൽ പറഞ്ഞോടി. നമുക്ക് വേറെ കല്യാണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്നില്ലല്ലോ ഇത്. കഴിയുന്നില്ലെങ്കിൽ പറഞ്ഞോടി എന്ന് പറയുമ്പോഴേക്കും നിന്റെ ചിന്താഗതിയല്ലേ അത്. അത് ഏതൊരു പെണ്ണിന്റെ ചിന്താഗതിയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നെ പോലെ പറഞ്ഞവരാരെങ്കിലും ഉണ്ടാന്ന് പറയണേ. ഞാൻ പറഞ്ഞു മനുഷ്യന്മാരെ കാര്യാണോപ്പേ, എപ്പ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അപ്പൊ അഥവാ ഇനി എങ്ങാനും ഞാൻ ചത്തുപോയിട്ടുണ്ടെങ്കിൽ അപ്പൊ വേറെ കല്യാണം കഴിക്കരുത്. ഇത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും പറയണം. അമ്മ എന്താ മോനെ കൊണ്ടാലും വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രേതായിട്ട് വരും ഞാൻ. ഇതിന്റെ മിക്രി പറയണ പോലെ ഉണ്ടല്ലോ, നീ ചത്തിട്ട് നിന്റെ അനിയത്തിനെ കല്യാണം കഴിക്കാൻ അനിയത്തിയില്ലല്ലോ. അനിയത്തിയല്ല ഒരാളും ഞാൻ ചത്തുപോയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടമല്ല. ഇല്ല, മക്കളെ നോക്കാൻ ചക്ക മാങ്ങാതെല്ലാം പറ്റി കെട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഒരു പെണ്ണും മക്കളെ ഒന്നും നോക്കൂല. അല്ല ഇവള് പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ ചത്തുപോയ ഞാൻ വേറെ പെണ്ണ് ഇവളെ ചത്തുപോയായിരുന്നു. അപ്പൊ ഈ ചത്തുപോല് മാത്രമല്ല എനിക്ക് ഞാൻ ചത്തുപോയ എന്ത് ചെയ്യും ഇവളെ ഞാനും വേറെ കല്യാണം കഴിക്കൂല. ഞാനും മക്കളെ നോക്കി ജീവിക്കും. നൈസിൽ പോയിട്ട് നല്ലത് നോക്കി തെരഞ്ഞെടുത്തിട്ട് ഞാനും വേറെ കല്യാണം. പണ്ട് കാലത്താണെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് പെണ്ണുങ്ങൾക്ക് പിന്നെ കഴിയും. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ കല്യാണം കഴിച്ച മക്കളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പെണ്ണിനെ കിട്ടാത്തോണ്ട് ആൾക്കാർ കല്യാണം കഴിക്കും അല്ലെ. ഇപ്പൊ ആണുങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. പെണ്ണുങ്ങൾ കിട്ടലാണ് ഇപ്പൊ ഏറ്റവും വലിയ പണി. അതൊന്നല്ല, പക്ഷെ മക്കളെ നോക്കാൻ ചക്ക മാങ്ങാന്ന് പറഞ്ഞ അമ്മയുണ്ട്. അമ്മയുള്ള കാലം വരെ അമ്മ നോക്കി. അത് വയസ്സായ അമ്മ അപ്പോഴേക്ക് മക്കള് വലുതാവും. ദുർഗെല്ലാം വലുതാവും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ഒരിക്കൽ കെട്ടി മറ്റേ അതിന്റെ അവസ്ഥ മനസ്സിലാക്കിയ നമ്മള് ഇനി പോയിട്ട് അതിന് തലവെക്കും തോന്നണ്ടാ. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവര് അന്നേരം യൂട്യൂബും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾ ഒരിക്കലും സമ്മതിക്കരുത്. അപ്പൊ റീച്ചിന് വേണ്ടി വീണ്ടും ഒരു വിവാഹം. നല്ലൊരു ദുഷ്ട ഇവിടെ ജീവിതം തുടങ്ങിയില്ല. അപ്പോഴോള് മറ്റേ ചത്തോണ കാര്യം പറയുന്നത്. അതെല്ലാം നമ്മളെല്ലാം മുൻകൂട്ടി കാണണം. ഇവള് മറ്റേ മുൻകൂട്ടി പറഞ്ഞിട്ടാണല്ലോ എല്ലാരും ചത്തുന്നത്. എന്നാലും ഇനി എങ്ങാനും അപ്പൊ ഞങ്ങളെ വീഡിയോ കാണുന്ന നിഗി ഫാൻസ് എല്ലാവരും പ്രതികരിക്കണം. എന്തിനീ ഒപ്പം വേറെ കല്യാണം കഴിക്കുന്നതിന് നീ പേടിക്കണ്ട. ഞാൻ ചത്ത് മലന്ന് മൂക്കി പഞ്ഞു വെച്ച് കിടന്നിട്ട് നീ ചാവുള്ളൂ. പോരെ ഇവള് ചാവുന്ന ഞാൻ ചത്ത് ഇങ്ങനെ അപ്പൊ ഇവളിരുന്ന് മൂങ്ങും. അതിന് ശേഷം നീ ചാവുള്ളൂ. പോരെ സമാനായില്ലേ നിനക്ക്? അല്ല ഇന്ന അല്ല ഇല്ല പറയാണ്ട് എന്താക്കണ്ട. ഇവള് പറയിപ്പിച്ചതല്ലേ. ഞാൻ പറയും അല്ല ഇന്ന നീയാണ് തുടങ്ങി വെച്ച എന്നെ ഒറ്റ ആള് നീയാ. ഞാൻ കല്യാണം കഴിക്കാൻ പറഞ്ഞോ എന്നോട്? പറഞ്ഞോ ഇല്ലല്ലോ, പറഞ്ഞില്ലല്ലോ. പിന്നെ പറ്റൂലെങ്കിൽ പറയാന്ന് പറഞ്ഞ എന്താ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങാല. അത് വെച്ചല്ലേ പറഞ്ഞ. അല്ലാണ്ടെന്നാ പൂരി കൊണ്ട് കൊടുക്കും. പൂരി എന്താ പൂരി ഇങ്ങനെ പൂരി ഇങ്ങനെ വെറുതെ തിന്നാണ് നല്ല ടേസ്റ്റ്. ചൂടുണ്ട് അണ്ണാക്ക് കൊള്ളിട്ട് എന്നെ പറയുന്നത്. നല്ല ചൂട് പൂരി ഇതുപോലെ ചുട്ടു നോക്കുമ്പോ ഇങ്ങനെ തിന്നാൻ ഇഷ്ടമുള്ള കറിയൊന്നും വേണ്ട. വെറുതെ നല്ല രസം. സൂപ്പർ. എടി ഗ്രൂപ്പിലൊക്കെ അല്ലേ ഉണ്ട് പെരുമാച്ചേരിന്ന്. എത്ര മണിക്ക് ഇട്ടത്? 8:18. 8:32. പിന്നൊന്നും മെസ്സേജ് വന്നിട്ടില്ല. ഇല്ല. പെരുമാച്ചേരിന്ന് കമ്പിലേക്ക് വേണ്ടി വരുന്നുണ്ട്. ഇനി കമ്പിൽ നിന്ന് പറയൂലേ? കമ്പിൽ നാറാത്തേക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ചെലപ്പോ അധികം കുട്ടികളുണ്ടാവൂല. പിന്നെ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. ഞാൻ തിന്നാൻ കൊടുക്കും മോനെ. അടി കഴിഞ്ഞട്ടാ ഇതെന്തുവാടി? അടി കഴിഞ്ഞ് തക്കാളി മറ്റേ മുട്ട റോസിന്റെ അടി കഴിഞ്ഞ് കഴിച്ച അടി കഴിഞ്ഞ്. എന്നിട്ട് ഞാൻ ക്യാമറ അതിനുള്ളിലോട്ട് ഉണ്ടായില്ലേ? ഇവള് മോന്ത ഇതിനുള്ളിലേക്ക് എന്തിനാ ക്യാമറ കൊണ്ടിരുന്നേന്ന്
അടി കരിച്ചു വെച്ച് തീ കൂട്ടി വെച്ചിട്ടുണ്ടായി അതാണ് പറ്റിപ്പോ എന്നിട്ട് അടി വേഗം ഒന്ന് ഇത് വന്നോട്ട് വിസിൽ വന്നോട്ട് എന്ന് വിചാരിച്ചിട്ട് കരിഞ്ചാണ്ടി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്റെ പൊന്നേ. തക്കാളി കരിഞ്ഞതും കുഴപ്പമില്ല, മുട്ടാടിന്ന് പറക്കി തിന്നല്ലോ. പിന്നെ ഇത് നല്ല ടേസ്റ്റ്. തക്കാളി കരിഞ്ഞതും തേങ്ങാപ്പാലും കൊള്ളാം, നല്ലെണ്ണ. ഞാൻ അധികം ഇളക്കണ്ട, കരി മൊത്തം അതിൽ പിടിക്കും. ഇല്ല ഇളക്കുന്നില്ല. പാത്രം മാറ്റാൻ നമുക്ക് വേണമെങ്കിൽ പാത്രം മാറ്റാം. നല്ലെണ്ണ. ഞാൻ പറഞ്ഞില്ലേ ഓരോരോ പരീക്ഷണങ്ങളാ. നമ്മുടെ ഇല്ലേ തീരും നമ്മളങ്ങനെ, നമ്മുടെ ഉപ്പാടളകും. ഇതെല്ലാം കഴിച്ചയച്ച് ഇന്നലെ മറ്റേ കല്ലുപ്പ് വരട്ടിയത്, ഇന്ന് തക്കാളി കരിച്ചത്, ഇതൊക്കെ ദൈവമേ. നിങ്ങളാരും ഉണ്ടല്ലോ, നിങ്ങളാരും ഇത് ഇവളുടെ കുക്കിങ്ങിന്റെ ഈ പരിപാടിയൊന്നും കണ്ട് നിങ്ങളാരും അതുപോലെ ചെയ്തു നോക്കിയേക്കല്ലേ. കുടുംബം കലങ്ങും. ഭർത്താക്കന്മാര് പെണ്ണുങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പരീക്ഷണമെങ്കിൽ ഭർത്താക്കന്മാര് തച്ചു വലിക്കും നിങ്ങളെ. അങ്ങനത്തെ പരിപാടി ഇവിടെ ചെയ്യുക. കഴിഞ്ഞ തക്കാളി റോസ്റ്റ്, മുട്ട റോസ്റ്റ്, കല്ലുപ്പ് പൊരിച്ചത്, പിന്നെ ഇന്നലെ കല്ലുപ്പ് വലത്തിയതായിരുന്നു. എന്താ ചെയ്യും. പിന്നെ കക്കയിലൊക്കെ കല്ലുപ്പ, ദുർഗയെല്ലാം കല്ലുപ്പ് കടിച്ചിട്ട് ഇങ്ങനെ ഞാൻ നോക്കുമ്പോ തുക്കു, ഞാൻ കല്ലുപ്പ് അടിച്ചിരിക്കുമ്പോ തുക്കു വായോട്ട് വെച്ചിട്ട് മോന്തിങ്ങനെ ഇരിക്കണം തുക്കു. ഞാൻ എന്ത് ഒരു ഓടുന്നുണ്ടായിരുന്നു. എന്താ ചെയ്യാ. ഞാൻ പറയട്ടെ, മുട്ട ഇതിലിടണോ നമുക്ക്? ഇത് വേറെ മുട്ട വേറെ വെച്ചാ പോരെ? മുട്ട പുഴുങ്ങിയത് വേറെ അത് വേറെ വെച്ചാ പോരെ? എന്താന്നറിയാമോ, അത് വേണ്ട കൂട്ടിയാ പോരെ? വെറുതെ ഇതിന്റെ ആവശ്യം. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞ ആ കരി മുട്ടേനെ കൂടെ പിടിക്കണല്ലോ. നല്ല വെളുത്ത മുട്ടയല്ലേ, വെളുത്ത മുട്ടയിൽ കരി വെച്ചാൽ ശരിക്കറിയും. അത് കിട്ടാൻ വേണ്ടി, എനിക്ക് നല്ല നെഗറ്റീവ് കമന്റ് കിട്ടാൻ വേണ്ടി വളരെ ആയുധാണത്. ആരും പറയില്ല. ഇത് നിങ്ങൾ ആരും പറയോ ഞാൻ ഇതുപോലെ ഇവിടെ നിന്നുണ്ട, ഞാൻ ആ തക്കാളിയൊക്കെ മറ്റേ ഇതായി കൊടുത്ത് എല്ലാം ചെയ്യും. പക്ഷെ കരിച്ചത് ഇവളാണ്. അത് മാത്രമേ ഉള്ളൂ സംഭവം. കഴിച്ചത് ഞാനല്ല, കഴിച്ചത് കുക്കർ. നിക്കറായാലും കുക്കർ ചതച്ചതായാലും കൂടി വേസ്റ്റ് ആക്കലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സംഭവിച്ചു. എന്റെ തേങ്ങാപ്പാൽ ഫുള്ള് ഒഴിച്ചില്ല. ഇല്ല, അത് കഴിക്കണം. അതെയോ? അത്ര തേങ്ങാപ്പാലെങ്കിലും രക്ഷപ്പെട്ടു നോടാ. ആക്കിയതല്ല അടിയോട്, സത്യം പറഞ്ഞതല്ലേ. എന്തിനാക്കുന്നേ? എനിക്ക് ഒരു സൈഡ് ഞാനതൊന്ന് കാണിക്കട്ടല്ലേ. അവള് കാണിക്കാണ്ട് എന്നെ കാണിക്കാണ്ട് ഇവിടെ പാത്രം മാറ്റുന്നുണ്ട് ഗൈസ്. ആ പാത്രത്തിന്റെ അടി കാണിക്കണി എടുത്തിട്ട് പോയി കളഞ്ഞി. അതിന്റെ അടി കരിഞ്ഞത് കാണിക്കാതിരിക്കാനുള്ള എടുത്തിട്ട് പോയി കളഞ്ഞി. ഇത് കുഴപ്പമില്ല കേട്ടോ സംഭവം. പക്ഷെ കണ്ട എനിക്ക് ഇതാണ് കണ്ട വെള്ളം ഉണ്ടാവും കുക്കറിൽ വാട്ടുന്നത് എപ്പോഴും. വെള്ളം പറ്റിക്കും. നീ പാത്രം കഴിച്ചേക്കല്ലേ കേട്ടണ? മുട്ട വേറെ തക്കാളി വേറെ അധികം ഉണ്ടാക്കിയ പോലെ ഉണ്ട് മൊത്തത്തിൽ. ഒന്നുമില്ല, ഞാനിവിടെ പറഞ്ഞതാ. ഞാനേ പറയായിരുന്നു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ വെള്ളം തികച്ചും പറ്റത്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ആദ്യം തക്കാളി വാട്ടുക, എന്നിട്ട് തക്കാളി വാട്ടിയതൊന്ന് കരിക്കുക, എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. സ്മോക്ക് ചെയ്തതാ തക്കാളി സ്മോക്ക് ചെയ്തതാ. നിങ്ങൾ ആരും കരിഞ്ഞിട്ടില്ലെങ്കിൽ തീ കൂട്ടി വെച്ച് അങ്ങ് കഴിക്കാം കേട്ടോ. നല്ലതാ. വീഡിയോ കാണുന്നവരൊക്കെ ഈ മുഖം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. എവിടെയെങ്കിലും റോട്ടി കണ്ടാണ്ടല്ല ചെപ്പക്കുറ്റിയൊക്കെ പൊട്ടിച്ചേക്കണം. വേറെ ഞാൻ അതിനപ്പുറത്തോട്ടൊന്നും നിൽക്കരുത് കേട്ടനാ. എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാ കൊടുത്തേക്കണം ഒന്ന്. എനിക്കും ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അതാ പറഞ്ഞ എവിടെയെങ്കിലും റോട്ടിൽ വെച്ച് കണ്ടാലേ ചെള്ള പൊളിയാന്ന് കൊടുക്കണം. പറ്റി കൊച്ചിന് പോണേ, പാട്ട് പാടേണ്ടതാ. അപ്പൊ അവൻ പഠിച്ചു കൊച്ചു പാട്ട് പാടാൻ വേണ്ടി. എന്നാൽ കൊടുത്തിട്ട് വേഗം കൊച്ചിനെ ഒഴിവാക്ക്. നിന്റെ കഴിച്ചത് അതും കരിയട്ടെ. ഇതും കരിയാനുള്ള ലക്ഷണം ഞാൻ കാണുന്നുണ്ട്. കഴിച്ച് കരിഞ്ഞു പോണേക്കുമ്പോ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. എന്തായാലും ആവട്ടെ, പാവം. ഇതും കരിഞ്ഞു കൊണ്ടല്ലോ. ഞാൻ ഇളക്കുന്നുണ്ട്. എന്റെ മൊത്തം ഇന്നാട കണ്ണ. ആ മുട്ട എടുത്ത് തിന്ന വേഗം വന്നാല് ശരി. വേഗം തിന്നു. ആ മുട്ട എടുത്ത് തിന്നു, വേഗം തിന്നു.
എന്നാലേ പാട്ടൊക്കെ പാടാനുള്ള ഇതുണ്ടാവുള്ളൂ. ഏതിന് ശക്തി ഉണ്ടാവുള്ളൂ. കുറച്ച് വെള്ളം കുടിക്കും. ചായ കുടിക്കൂലല്ലോ. അച്ഛനെ പോലെ ഷുഗർ കട്ടാ കടി വെക്കുന്നു. കട്ടൻ ചായ രാവിലെ കുടിക്കലില്ല, വെക്കലില്ല ഇവിടെ കട്ടൻ ചായ. വേഗം നോക്ക്, ബാച്ച വണ്ടി എടുക്കട്ടെ അല്ലേ? വേഗം നോക്ക്. കത്തിച്ച് വിട്ടോ പാപ്പ. ആ വേഗം നോക്ക്. മിക്കവാറും വണ്ടി വരാൻ സാധ്യതയുണ്ട്. എന്തോ ഭാഗ്യം വണ്ടി വന്നിട്ടില്ല. തിരക്കോടിച്ച് ഓടി വന്നിട്ട് ഇവിടെ വന്ന് വെറുതെ എടുത്തിട്ടില്ലേ? സ്നാക്സ് എന്തോ എടുത്തിട്ടില്ലേ? ആ വിശക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോട്ടാ. ഇവനങ്ങനെയാണ്. ഇവൻ രാവിലെ ഒന്നും ഇവൻ രാവിലെ ഒരു 11 മണി ആവുമ്പോഴാണ് വിശക്കുക. എന്നിട്ട് അപ്പൊ ചോദിക്കാം രാവിലത്തെ പൂരി ഉണ്ടാവും, ദോശ ഉണ്ടാന്ന് ചോദിക്കും. എന്തായാലും വണ്ടി വരട്ടെ. വണ്ടി വന്നിട്ട് നമുക്ക് ഹായ് ടീംസ് എന്ത് പറയുന്നു? ഹായ് ഹായ്. ആ ഇതല്ല എന്നത്തെ വീഡിയോയില് ഇതാ ഇന്ന് വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് മറ്റേ ഇവിടെ നിന്ന് വരുമ്പോ പേടിപ്പിച്ച പറ്റി അല്ലേ? ഡാ എന്താണ് ദഹിക്കണം നിന്റെ ചേച്ചി? എന്താ നിന്റെ ചേട്ടന് എന്താ ചേച്ചി? അതാ മൈൻഡ് ആക്കിയിട്ട് പോ ചേച്ചിനാ. പാവോടി. ആ വണ്ടി എത്തി മോനെ, വണ്ടി എത്തി. എന്തപ്പാ ടാറ്റാ ഒരു ഉമ്മ വെച്ചക്ക്. എല്ലാവരും ടാറ്റ പറട്ടോ. എല്ലാവരും ടാറ്റ പറ. വൈകുന്നേരം വന്നിട്ട് കാണാന്ന് പറ. വൈകുന്നേരം വന്നിട്ട് കാണാന്ന് പറ എല്ലാവരോടും. എന്നിട്ട് പാട്ടൊക്കെ പാടണേ. അടിപൊളിയാക്ക്. അങ്ങനെ ഇന്ദ്ര പോയി അല്ലേ? എത്ര പഠിക്കാൻ പോകാന്ന് പറഞ്ഞാലും പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ ഒരു വിഷമാണ്. എനിക്ക് ഭയങ്കര വിഷമാണ്. എനിക്ക് ഒരു സ്കൂളില്ലാത്ത ദിവസമല്ലേ ഭയങ്കര സന്തോഷമാണ് അല്ലേ? ചേട്ടാ അയ്യോ ഞാൻ സ്കൂട്ടി മറന്നുപോയി. എൻ്റെത് സ്കൂട്ടി അവിടെ വെച്ചിട്ട് വന്ന ഇതോടി എന്നാ ക്യാമറ ഓടി തൊട്ട്. നിന്റെ ടീംസ് ഒക്കെ അവിടെ ഇപ്പുണ്ട്, അവരോടൊക്കെ സംസാരിച്ച്. ഓ ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ തക്കാളി ഇതിനകത്തേക്ക് അല്ല മുട്ട റോസ്റ്റിലേക്ക് തേങ്ങാപ്പാൽ. ഓക്കെ, അടുത്ത ഘട്ടം തേങ്ങാപ്പാൽ. കർമ്മം ഞാൻ നിർവഹിച്ചിരിക്കുന്നു. അതെ നല്ലത് തന്നെ. തേങ്ങാപ്പാൽ അങ്ങോട്ട് പാഴാക്കി പറ്റിച്ചേരട്ടെ ഇതില്. പാഴാക്കിയതാ. ആ തേങ്ങാപ്പാൽ പാഴായല്ലോ. അങ്ങനെ മനസ്സിലായില്ലേ? എനിക്കിത് കൂട്ടി നോക്കി ഇത്തിരി കരിഞ്ഞു പോയി എന്നുള്ള ഒരു മിസ്റ്റേക്ക് അല്ലാണ്ട് വേറെ ഒന്നും ഇതിലുണ്ടാവും. ഇത് നമ്മുടെ ഇതിൽ നിന്ന് ലേശം എടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും കൊടുക്കണം. അവര് പറയണം ഇത് കരിഞ്ഞോ ഇല്ലയോ. ഞാനിത് ഇനിയിപ്പോ കരിഞ്ഞെന്ന് പറഞ്ഞാലും ഇല്ലേ നീ അംഗീകരിക്കൂല. ഉറപ്പുള്ള കേസാ. എന്തോ പറഞ്ഞു വരുന്നുണ്ട് എൻ്റെ അമ്മ. എന്താണ്? ആ എന്താ എന്താ എന്ത് സ്വഭാവം? കഴിക്കുന്ന നിങ്ങ കഴിഞ്ഞ ദിവസം കരിഞ്ഞ മീൻ ഒരെണ്ണം പോലും ബാക്കിയില്ലാണ്ട് അമ്മ തിന്നിർത്തില്ലേ? അത് കഴിഞ്ഞ് നമ്മൾ അംഗീകരിച്ചല്ലോ. എപ്പ അംഗീകരിച്ചേ? പിറ്റേന്ന് നിന്നപ്പല്ലേ അംഗീകരിച്ചേ? അതല്ല, എന്നിട്ട് അമ്മക്ക് അളവിൽ കൂടുതൽ കാർബൺ കരി അകത്തി എന്നിട്ട് വല്ല അസുഖം വന്നു പറഞ്ഞ ഞാൻ ആശുപത്രി കൊണ്ടുപോകണ്ടേ? ഈ നിലക്കാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. മരുമോള് ഘട്ടം ഘട്ടമായിട്ട് കരി തീറ്റിക്കുന്നുണ്ട്. ഓർത്ത് വെച്ചോ. മല്ലിച്ചപ്പെല്ലാം മുറിച്ചിട്ട് ഭംഗിയാക്കുന്നുണ്ട്. എനിക്ക് ചായ കുടിക്കാം. വിശന്ന് പ്രാണം കത്തുന്നുണ്ട്. ആ അച്ഛാ എന്തെങ്കിലും വല്ല വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇതിന് പൂരിക്കാം അല്ല എന്തിനെങ്കിലും ടേസ്റ്റ് ഉണ്ട്. വ്യത്യാസമായിട്ട് ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. സാധാരണ ആക്കണേൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് സാധാരണ ആക്കണേൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ട് എന്നാണ് അച്ഛൻ പറഞ്ഞേ. എന്താ? ഒന്നുമില്ല, കരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മോള്. തക്കാളി വാട്ടിയതും മറ്റേ ഇതല്ലോ. ഇത് ഒഴിക്കുമ്പോ ഉണ്ടാക്കണേലൊക്കെ നല്ല രസമുണ്ട്. എടേ അച്ഛനപ്പം ഇനി എപ്പോഴും ഇങ്ങനെ മതിയെന്നാ പറഞ്ഞേ കേട്ടാ? ഏത് അച്ഛനെ എപ്പോഴും ഇങ്ങനെ മതിയെന്നാ പറഞ്ഞേ. അപ്പൊ ഇനി എപ്പോഴും കരിച്ചെടുക്കാം. അപ്പൊ തക്കാളി വാട്ടിയെല്ലാം കരിഞ്ഞു പോട്ടെ ഉണ്ടായത്.
ഇതാ ഇല്ലല്ലോ. അപ്പൊ സംഭവം അച്ഛൻ ഓക്കെയാണ്. മനസ്സാ വാചാ കർമ്മണ ഒന്നും അറിഞ്ഞ ഞാനെന്നറിയാം അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ സംഭവങ്ങളൊന്നും കരിഞ്ഞതൊന്നും. അപ്പൊ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കാം, അറിയാലാന്ന് വിചാരിച്ചു ചോദിച്ചു. ഒന്നുമില്ല, രക്ഷപ്പെട്ട എനിക്ക് നീ സംഭവം സക്സസ്. സംഭവം നീ രക്ഷപ്പെട്ട്. വേറെ അഭിപ്രായങ്ങളൊന്നും പറയണ്ട, മിണ്ടാണ്ട് ചായയും കുടിച്ച് എണീച്ച് പോയിക്കോ. ഇല്ലെങ്കിൽ വേറെ എവിടെ പോയി കഴിച്ചോന്നല്ലേ? അല്ല പിന്നെ നീ കൊണ്ട എന്തായാലും കൊണ്ട കരിഞ്ഞ വിശന്നിട്ട് പോയാ മനുഷ്യൻ കരിഞ്ഞ ചോവ ഇല്ലാന്ന് പറയുമ്പോ ഇനി അതിനൊക്കെ ആക്ഷേപിക്കരുത്. അല്ല ഇനി ഇല്ലാന്ന് ആക്ഷേപിക്കൂല. എന്നാ കൊണ്ട മൊട്ടറോസും ഇതും കൊണ്ട പൂരിയും കൊണ്ട വിശന്നിട്ട് പാത്രം എടുത്തിട്ടോ. കൊണ്ടാ ടേസ്റ്റ് ഉണ്ടപ്പ നല്ല മണമെല്ലാം വരുന്നുണ്ട്. സംഭവം ഒക്കെ ഞാൻ അങ്ങനെ വെറുതെ പറയുന്നതാണ് ഇതല്ലോ, അങ്ങനെ കരിഞ്ഞിട്ടൊന്നും അല്ല. ആരാ ക്യാമറ പിടിച്ചത് നോക്കിയ അമ്മയാണ്. ഇന്നത്തെ വ്ളോഗറിലുണ്ടല്ലോ, അല്ല ഇന്ന് രാവിലെ ഇന്ദ്രാണ് ക്യാമറ എടുത്തത്. ഇപ്പൊ അതാ അമ്മ. നല്ല വ്ളോഗായിരിക്കും, സ്പെഷ്യൽ വ്ളോഗ്. അമ്മേ തട്ടിട്ട് തട്ടണ ഇത് എന്താവും മതി. ഇതാണ് സെറ്റ്. എന്താകോ എന്തോ 2 പാത്രമൊന്നും വേണ്ടല്ലോ, നേരത്തെ മൊത്തത്തിലാണ് തട്ടിയിട്ടുണ്ട്. ഒരു പൂരി ഇടുന്നേ അച്ഛൻ 2 മേടിച്ചേക്ക് ദൈവം ഒരു പൂരി കൊടുക്കാത്തിന് ഇഷ്ടപ്പെട്ടു പോയി അങ്ങോട്ട്. അച്ഛന്റെ മിനിമം 2 കൂടിയാൽ 2 കഴിക്കുള്ളൂ. 3 ചൊവ്വില്ലാന്ന് പറയണ, ചുവണ്ട് ചൊവ്വുണ്ട്. നിനക്ക് പിന്നെ എന്തില്ല ഒരു ചെറിയ ചോര മൂത്ത കരിഞ്ഞല്ല. അതെന്താണെന്നറിയാമോ? സജീഷിനോട് സജീഷ് കണ്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒന്നും അറിയൂലായിരുന്നു. ഞാൻ കണ്ടിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ പറയണത്. അല്ലെങ്കിലും പറയാറുണ്ട്, എങ്കിലും ശരിക്കും കണ്ടത് കൊണ്ട് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട് സത്യമായിട്ട് പറഞ്ഞു. പക്ഷെ ആ ഒരു ചെറിയൊരു കരിച്ചോവില്ലേ, തക്കാളി നല്ലോണം വാടിയതിൻ്റെ ഒരു ചൊവ്വ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തോ, കൊള്ളാം. ചെറുതായിട്ടൊന്ന് കരിച്ചെടുക്കുക, എന്നിട്ട് ഇതുപോലെ ചെയ്താൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. നല്ല രസമുണ്ട്. കുക്കർ ഞാൻ തീ കൂട്ടി വെച്ചോണ്ടാണ്, അല്ലെങ്കിൽ കരിയൂലായിരുന്നു. അല്ല പക്ഷെ നല്ല രസമുണ്ട്, സംഭവം രസമുണ്ട്. അല്ല ഞാൻ ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല രുചിയുണ്ട്. സാധാരണ ഉണ്ടാക്കണ രസമുണ്ട്. സംഭവം ടേസ്റ്റ് ഉണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ തക്കാളി വാടിപ്പോയതിന്റെ ഒരു കൂടുതലായിട്ട് വാടിയതിന്റെ ചെറിയൊരു ചൊവയുണ്ട്, പക്ഷെ അതും കൂടി ചേരുമ്പോൾ നല്ല രുചിയുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തോ. തക്കാളി വെച്ചിട്ട് ഇന്ന് രാവിലെ മുതൽക്ക് ഉച്ചയായി ഇപ്പൊ സമയം, ഉച്ച വരെ തക്കാളിയാണല്ലോ എനിക്ക് ഫുള്ള്. ഇന്ന് ഫുൾ തക്കാളി. ഇന്നത്തെ ഒരു ദിവസം മൊത്തം തക്കാളി കൊണ്ടുപോയി. മീനൊന്നും വാങ്ങിയിട്ടില്ല. ഇന്ന് നമ്മള് മത്തിക്കെത്താ വില? മത്തിക്ക് മീനിനെല്ലാം വിലയുമാണ്, അത് മാത്രല്ല ടേസ്റ്റും ഇല്ല. പിന്നെ എന്തിനാ ഇത് വാങ്ങിയിട്ട് വെറുതെ ഉള്ളിയും പഞ്ചസാര ഉള്ളിയും മുളകും മഞ്ഞളെല്ലാം കളയാൻ വേണ്ടിട്ടാ. നീ ഇപ്പൊ തക്കാളി വെച്ചിട്ട് എന്താക്കാൻ വേണ്ടി പോകുന്നേ? നമ്മളെ ഫേവറേറ്റ് സംഭവം തക്കാളി വാട്ടിയത്. തക്കാളി വാട്ടിയത് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും വേണ്ട. ഞാൻ പറയട്ടെ, എനിക്ക് ഇപ്പൊ ഈ തക്കാളി വാട്ടണ രാവിലത്തെ മുട്ട ഇല്ലേ, ആ മുട്ട ഇന്നെടുത്ത് മാറ്റിയ തക്കാളി വാട്ടിയതായില്ലേ, തീർന്ന. എല്ലാരും കുറ്റം പറഞ്ഞിട്ട് അത് ഒരു തരിയില്ലല്ലോ, ഇനി 2 മുട്ട മാത്രം ഉണ്ടായില്ല മക്കൾക്ക് കൊടുക്കാനല്ലേ. മോനെ അപ്പൊ തക്കാളിക്ക് നല്ല ചെലവാണ്. ഒരു തക്കാളി വ്ളോഗ് എന്നുള്ള ഇതിന് പേര് അല്ലെ. രാവിലെ തക്കാളി, ഉച്ചക്ക് തക്കാളി. ഇവിടെ കുടംപുളി അമ്മ ഉണക്കാൻ വേണ്ടി വെച്ചാണ് കേട്ടോ. സൈൻ ചേച്ചി തന്ന കുടംപുളിയാണ് ഇത്. പച്ച വന്നിട്ട് ഞങ്ങളെ കുരുവായിന്റെ അടുത്ത് നിന്ന് അതിനിപ്പോ ഉണക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഞാൻ ഇതിനുള്ളിൽ വെച്ചിട്ട് എലി എടുത്തിട്ട് ശരിയാക്കിയെന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോ ഇത്രേ ഉണ്ടാവുള്ളൂ. ഇതാണ്ട നമ്മുടെ ബാക്ക് വശം കണ്ട നിക്ക്. അപ്പൊ തക്കാളി വാട്ടിയതിന്റെ ഒപ്പം വേറെന്താ എന്തെങ്കിലും വേണ്ടേ? ഉണക്കമുള്ളൻ, അത് കൊള്ളാം. അന്ന് വലയിളക്കാൻ പോയിട്ട് കുറച്ച് പൊടി മീനുകളാ കിട്ടിയിട്ടുണ്ടായത്. മുള്ളൻ മാത്രല്ല കേട്ടോ, പൊടി മീൻ എന്തെല്ലോ ചെറിയ പൊടിമീൻ. അമ്മ അതെല്ലാം ഉപ്പിട്ട് ഉള്ള വെയിലിനെ ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വറക്കുകയും ചെയ്യും നമ്മള്. തക്കാളി വാട്ടി അത് കൊള്ളാട്ടോ. തക്കാളി വാട്ടിയത് ഉണക്കമുള്ളനുണ്ടെങ്കിൽ പൊളിയാണ് സംഭവം. ഇഷ്ടം പോലെ ചോറ് കഴിക്കും. എന്റെ അഭിപ്രായത്തിൽ മീൻകറി വെക്കുന്നതിനെക്കൂടുതൽ ചോറ് തക്കാളി വാട്ടിയത് ഉണക്കമുള്ളണ്ടായി കഴിക്കും. അന്നൊരു ദിവസം തക്കാളി വാട്ടിയപ്പോഴേ ആരോ പറയുന്നുണ്ട് തക്കാളി വാട്ടിയതിന്റെ റെസിപ്പി കാണിക്കണേ. കാണിച്ചുതരാ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ കാണിച്ചുതരാം. പക്ഷെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പക്ഷെ അത് ഞാൻ കാണിച്ചുതരാം. തക്കാളി വാട്ടിയതിലും രഹസ്യമുണ്ട്. രാവിലത്തെ കാണിച്ചത് നമ്മളെല്ലാരും കണ്ട്. ഇനി ഉച്ചക്ക് എന്താണ് കാണിക്കാൻ പോണത്? അല്ല ഞാൻ എന്നാലും പറയാ, രാവിലത്തെ കാണിച്ചത് നമ്മളെല്ലാരും കണ്ട് തൃപ്തി അടഞ്ഞു.
ഇനി ഉച്ചക്കലത്തെ തക്കാളി വാട്ടിൽ കണ്ട് നമ്മൾ തൃപ്തി അടയാൻ പോവുകയാണ് ഗൈസ്. കാണിച്ചു തരാം. ഞാൻ തക്കാളി വാട്ടിയിട്ട് ടേസ്റ്റ് നീ ഇത് ഫ്രണ്ടിൽ നിന്ന് മാറ്റി ഇത് തോക്കിന്റെ മുള്ളിന്റെ ഇങ്ങനെ തോക്കിന്റെ മുമ്പിൽ എടുത്തിക്കൊണ്ടേ ഇപ്പൊ ഷൂട്ട് ചെയ്യും. പറ നല്ലതാണെന്ന് പറയാൻ വേണ്ടി തക്കാളി വാട്ടിയത് ടേസ്റ്റ് ഉണ്ടാവില്ലേ? അതുണ്ട്, അത് സൂപ്പർ. ഇവള് തക്കാളി വാട്ടിയത് എന്തായാലും പൊളിയാണ് ഗൈസ്. അത് സത്യമാണ്, നമ്മളെല്ലാരും എന്റെ ഫാൻസ് ആണ്. ഞാൻ ഒരുപാട് ഇങ്ങനെ വീഡിയോസിലെല്ലാം എന്തെങ്കിലും തക്കാളി വാട്ടുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും വ്ളോഗ് കാണുമ്പോ തക്കാളി വാട്ടിയതാണ് കാണലുണ്ട്. പക്ഷെ നമ്മൾ വാട്ടുന്ന പോലെ അല്ല സ്പെഷ്യൽ വാട്ടിയത് നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം ഒരിക്കൽ എന്തായാലും ഞാൻ ആക്കുന്ന ഇപ്പൊ റെസിപ്പി കാണിച്ചു തരാം. ഇത് ഞാൻ നിഖില നിർത്തിക്കൊണ്ട് പുച്ഛിക്കുന്നതല്ല, സംഭവം അടിപൊളിയാണ്. അല്ല, നിർത്തിക്കൊണ്ട് പൊക്കുന്നതല്ല, സംഭവം അടിപൊളിയാണ്. നല്ല സത്യം, ഇത് സത്യമാണ് പറയുന്നത്. നിഖിയുടെ തക്കാളി വാട്ടിയന്റെ ഫാനാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം അത്. അതെന്തായാലും ഇന്ന് നിങ്ങൾ കണ്ടു നോക്കും, ഞാൻ കാണിച്ചു തരാം. ഉറപ്പാണ്. സിമ്പിൾ പരിപാടിയാണ്. ഒരു ജാവ സിമ്പിളാ, പക്ഷെ പവർഫുൾ. നോക്കാം നമുക്ക്. നമ്മള് ഇഷ്ടം പോലെ ചോറ് അന്ന പൊളിക്കും. പൊളിക്കും പൊളിച്ചത് കൊള്ളാം. അപ്പോ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. അതിനായി 1 2 3 4 5 6 തക്കാളി എടുത്തിട്ടുണ്ട്. അത് 6 നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇത് ഞാൻ വിശദീകരിക്കുന്ന ആള് അല്ലേ? അതെ. അപ്പൊ 6 തക്കാളി, അതിനൊത്ത 6 എണ്ണാൻ അറിയില്ല. 3 6 8 തക്കാളി. എന്താടി? സോറി, 7 തക്കാളി. കടിഞ്ഞൂൽ പൊട്ടൻ എന്ന് പറയുന്നത് അപ്പൊ ഒരു കടിഞ്ഞൂൽ പൊട്ടൻ തന്നെയാണ്. പറയുന്നില്ല. അപ്പൊ 7 തക്കാളി ഗൈസ്. പിന്നെ അതിനൊത്ത ഉള്ളി. അത് മുറിക്കുന്നതിലും ഉണ്ട് കേട്ടോ ഒരു ട്രിക്ക്. തക്കാളി മുറിക്കുന്നല്ലേ? അതാണ് ഇങ്ങനെ ചീഞ്ഞ തക്കാളി മുറിച്ചിടണം എന്നാണ് അവള് പറയണത്. അല്ല, ചീനിട്ടൊന്നുമില്ല. അപ്പൊ തക്കാളി ഇതുപോലെ മുറിക്കുക. അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇതെല്ലാം ചിലപ്പോ അറിയുന്നവരുണ്ടാവും. ചീത്ത വിളിച്ചോ നീ നിന്റെ ഒരു തക്കാളി വാട്ടിയത് സ്ഥിരമായിട്ട് നമ്മളങ്ങനെ ആക്രമിക്കുന്ന കുറച്ച് പേരുണ്ട് അല്ല? എനിക്ക് സ്പെഷ്യലി നികിയെ ഇഷ്ടമല്ലാത്ത ആക്രമിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അവർക്ക് പറയാൻ എന്തെങ്കിലും ആവട്ടെ. എണ്ണ ചൂടായപ്പോ അതിലേക്ക് ഇതാ വെള്ളം ഉണ്ടായിട്ടായിരിക്കും. അപ്പൊ ഉള്ളി വാട്ടിയെടുക്കുക. എല്ലാം ഇട്ടല്ല, ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി വേപ്പില ഇതെല്ലാം ഇട്ട് തക്കാളി ഒഴികെ ബാക്കിയെല്ലാം ഇട്ട്. മമ്മി ഇവിടെ നല്ല വെളുത്ത മുള്ളൻ, നല്ല മുള്ളനാട്ടോ. കണ്ട, മുള്ളനെപ്പോഴും ഇല്ലേ, ഉണക്കമുള്ളനെപ്പോഴും ഇങ്ങനെ കിട്ടിയ അടിപൊളിയായിരിക്കും. കണ്ട, ചിലപ്പോ നല്ല ഇങ്ങനെ കുറെ ദിവസം പഴക്കമുള്ള മുള്ളനാണെങ്കിൽ ഇതിന്റെ കളറ് മാറ്റം ഉണ്ടാവും അല്ലേ? അച്ഛൻ പിടിച്ചു നല്ല ഫ്രഷ് മുള്ളൻ അച്ഛൻ പിടിച്ചിട്ട് വന്നത് ഉണക്കിയെടുത്തതാ. ഈ മുള്ളൻ വറുത്തതും തക്കാളി വാട്ടിയതും ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് വേണം അമ്മ? ഒന്നും വേണ്ട. സൂപ്പർ. ചോറ് വേണ്ടേ? ചോറ് നല്ല പിന്നെ വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ അമ്മ? എന്താണ് അല്ല, വേറെ കറിയൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ പറ. ഡ്യൂടെ വെള്ളം അടക്കോ? ഡ്യൂടെ ഇതാ ഉള്ളിയെല്ലാം നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ലോണം വാടി ഇതായിട്ടുണ്ട്. നല്ലോണം വാടി വന്ന ഉള്ളി ഞാൻ ഇവിടെ ഉണ്ട്. വിശദീകരണം സജ്ജുമാനാണ്. അതായത് വാടിയ ഉള്ളി, അതായത് ഉള്ളി, നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി, ഈ വാടിയ കറിവേപ്പില. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഇടുന്നില്ലേ? നീ തന്നെ പറഞ്ഞു. ഇനി ഇതിലേക്ക് വാടിയ ഉള്ളിയിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി. മഞ്ഞപ്പൊടി കഴിഞ്ഞ പ്രാവശ്യം ഇടുമ്പോ കുറച്ച് കൂടി പോകുന്നുണ്ട്. മഞ്ഞപ്പൊടി അത്രക്കൊന്നും ഇടണ്ടാ. ഞാൻ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ ലൈറ്റ് ഇട്ടോക്കട്ടല്ലേ? എനിക്ക് അറിയണ്ടേ, പുതിയ ലൈറ്റ് വാങ്ങിട്ട് ഗൈസ്. നല്ല വിളിച്ചോണ്ടോട്ടെ. ലൈറ്റ് ഇട്ടുമ്പോൾ വ്യത്യാസം നോക്കണ്ടേ? ഓക്കെ, ഇപ്പൊ വ്യത്യാസം ഉണ്ടാവും. മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി പിന്നെ ഇതാ മുളക് പൊടി. കണ്ടാ, നീ വെളുത്തില്ലേ? ഏകദേശം മുട്ട റോസ്റ്റെല്ലാം ആക്കുന്ന പകുതി വരെ ആ പരിപാടി തന്നെ കേട്ടോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ നിന്നോട് മര്യാദ ഇത് മുട്ടതിനടുത്ത് കളഞ്ഞപ്പോ. എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടാ. ഇല്ല, കൂടി പോയിട്ടില്ല. തക്കാളി വാട്ടിയതിൽ കുറച്ച് എരിവ് കൂടുതൽ വേണം. രസം ഉണ്ടാവില്ല കേട്ടാ. പ്രിയതമയോട് യോജിക്കുന്നു ഞാൻ. ഇത് മുട്ടുമ്പോഴേക്ക് നമുക്ക് ഇതെടുത്ത് വെക്കാം അങ്ങോട്ടേക്ക്. ഓക്കെ, നല്ല വെളിച്ചമുണ്ടല്ലോ. കണ്ടാ, സെറ്റായില്ലേ? നീ വെളുത്തടി. ഞാൻ അതിന്റെ ഇടയിൽ പോയിട്ട് മുട്ടിയെല്ലാം പൊക്കി കെട്ടി വെച്ച് ചൂടെടുക്കുന്ന മുട്ടി ഇങ്ങനെ മുട്ടുമ്പോ ഇതാ നമ്മളെ തക്കാളി വാട്ടല് പരിപാടി കഴിഞ്ഞ്. ശ്രദ്ധിച്ച് കണ്ടല്ലാരും. അത് നീ എന്തോ രസം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് നേരത്തെ പറഞ്ഞത്.
എന്താണ് ഇവിടെ രഹസ്യം ഒളിപ്പിച്ച് വെച്ചത് നോക്കണം നമുക്ക്. രഹസ്യമൊന്നും ഒളിപ്പിച്ചില്ല. ഞാൻ കണ്ട തക്കാളി വാട്ടിയത് ഇങ്ങനെയല്ലാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. രഹസ്യം മുള്ളനില്ലേ? ആ ഇതല്ലെങ്കിൽ അത് എന്റെ പ്രതീക്ഷ അതിലാണ്. ആ തോർത്തിട്ടോണ്ട് അമ്മനെ കാണുന്നില്ല. തോർത്ത് കാണാതിരിക്കാൻ തോർത്തിന്റെ മറയിലിരിക്കുന്നതാണ് കൊച്ചു കള്ളി. ആ പിന്നില്ലേ ഇപ്പുറത്ത് തക്കാളി വാട്ടുന്നു, അവിടെ മുള്ളം വൃത്തിയാക്കുന്നു. ഇത് തക്കാളി വാട്ടൽ എല്ലാവരും ഇത്രയും വരെ ഇങ്ങനെയല്ല, എന്നാലും വ്യത്യാസമാണ്. ഇനി ഞാനിതാ ഏകദേശം നമ്മളെ മുളകെല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്. ഒരു പാലനാണ്. ഇനി ഇതാ തക്കാളി മുളക് മൂത്തിട്ട് എത്ര വയസ്സായിരുന്നു? പ്രായപൂർത്തിയായി. നമ്മുടെ തക്കാളി ഇട്ട് പൊളിച്ച് നല്ലോണം ഇളക്കിയിട്ടില്ലേ? ഒന്നും ചെയ്യണ്ട. പൊത്തി വെക്കുക. പിന്നെ അങ്ങോട്ട് പൊത്തി വെക്കുക, തീ കുറക്കുക. നമ്മൾ അവിടെ ഇരിക്കുക. അത് വാടട്ടെ. കൊള്ളാലോ. കറി വെട്ടത് കഴിഞ്ഞെങ്കിൽ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കാരണം ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാം, അധികം ആൾക്കാരും തക്കാളി വാട്ടിയതില് 1 കപ്പ് വെള്ളം ഒഴിക്കുന്ന കാണാം. വെള്ളം ഒഴിച്ചിട്ട് അത് തക്കാളി വാട്ടുന്ന കാണല്. തക്കാളി വാട്ടിയതിൽ വെള്ളം വേണ്ട. ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. തക്കാളി എന്തായാലും വാടുമ്പോ വെള്ളം ഉണ്ടാവും. അത് അങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിലാണ് തക്കാളി വാട്ടിയത് വേണ്ടത്. അല്ലാണ്ട് സ്പെഷ്യൽ നമ്മൾ തക്കാളി അങ്ങനെ വാട്ടില്ല. പിന്നെ തക്കാളി കറി വെക്കും, അത് തേങ്ങയെല്ലാം അരച്ചിട്ട് തേങ്ങ അരച്ച് തക്കാളി വെറുതെ തക്കാളിയും ഉള്ളിയും പച്ചമുളകെല്ലാം കൂടി വേവിച്ചിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് അതിലേക്ക് തേങ്ങ അരച്ചിട്ട് കടുക് താളിക്കും. കടുകും ഉണക്കമുളകെല്ലാം താളിക്കും. ഇത് തക്കാളി വാട്ടിയത്. ഇത് തക്കാളി വാട്ടിയത് കേട്ടോ. അത് തക്കാളി കറിയാണ്. തക്കാളി വാട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തക്കാളി കറികൾ കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തക്കാളി വാട്ടിയത് ഇങ്ങനെയാണെന്നാണ് എനിക്ക് പറയുന്നത്. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് തക്കാളി വാട്ടുന്നതില് തക്കാളിയിൽ വെള്ളം ഒഴിച്ചിലാക്കുന്നവര് ഇതുപോലെ ഒന്ന് ആക്കി നോക്കിയിട്ട്. അമ്മ എങ്ങനെയായിരുന്നു പണ്ട് തക്കാളി വാട്ടിയിരുന്നേ? വെള്ളം ഒഴിക്കൂല. തക്കാളി വാട്ടിയതിന്റെ ആയിട്ട് കാണാം. അതിനിടയിൽ അത് ആവുന്നത് വരെ ഒരു പാട്ട് പാടും. ഞാൻ ഇവിടെ ഇരിക്കുക. പാട്ടാ? ഞാനാ? എല്ലാരും ഓണമൊക്കെ അടുത്തില്ലേ? ഓണമെല്ലാം എടുത്തിട്ട് ഓണക്കളി പാട്ട്. നമ്മളോട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഓണക്കളി കളിക്കാനൊക്കെ അല്ലെ. നമ്മള് മുമ്പ് കളിച്ചിരുന്നല്ലേ നമ്മള്. നമുക്ക് ഇത്തവണ പറ്റിയ നമുക്ക് നോക്കിയിട്ട് ചെറിയൊരു ഓണക്കളി കളിക്കണം അല്ലെ. ഞാൻ ഒരു ചെറിയ ഓണക്കളി പാട്ട് വെറുതെ പാടാം. നിനക്കായിതാ ഓമലേ പാടുമീണം മറക്കുമോ നീ ജീവനിൽ പ്രേമഗാനം. നിറമിഴികളിൽ അഞ്ജനമെഴുതി വനഭംഗികളിന്നവളെഴുതി കോസല മണിക്കിങ്ങിനീളകി ചെറുകാറ്റാൽ വാർമുടി തഴുകി മഴക്കാട്ടിലെ മാരിവിൽ തുമ്പി പോലെ നിറവാനിലെ അമ്പിളി തെല്ലുപോലെ നിനക്കായിതാ ഓമലേ പാടുമീണം മറക്കുമോ നീ ജീവനിൽ പ്രേമഗാനം. ഗൗതമ കുടിലിന്നിവളഴക് ചാരുത ചാലിച്ചൊരു മെഴുക് ഹൃദയം വിടരുന്നതിലഴക് രതിനദിയിൽ ഇവളുടെ തളിര്. ഇവൾ ദേവത മാരിവിൽ രൂപമെങ്ങും മഹല്യ ഇവൾ കാട്ടിലെ പക്ഷിയെന്നും. നിനക്കായിതാ ഓമലേ പാടുമീണം മറക്കുമോ നീ ജീവനിൽ പ്രേമഗാനം. എന്തായാലും ചെറുതായിട്ട് കുളമായിട്ടുണ്ട്. രസം എനിക്ക് തോന്നിയിട്ടില്ല. ആണോ? തക്കാളി നമ്മുടെ തക്കാളി ഇവിടെ റെഡി ആയി. റെഡി ആയിട്ടില്ല, വാടാനുണ്ടോ? അപ്പൊ നല്ല വെള്ളമൊക്കെ ആയല്ല. ഈ ഒരു ചാറുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയി തക്കാളി ചാറ് അല്ലേ. ഇനി വാടാനുള്ള ഇത് വാടുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പച്ച തക്കാളിയാണെന്ന്. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. അതുകൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് കുത്തി ഉടച്ചു കൊടുത്താൽ മതി. ഉടച്ചു കൊടുത്താൽ സംഭവം സെറ്റ്. ഞൊടിയിടയിൽ തക്കാളി റെഡിയായി. റെഡിയായി. മുള്ളൻ മുള്ളൻ വെള്ളം മുള്ളൻ അമ്മ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പൊ ഇതിങ്ങനെ ഉടച്ചങ്ങെടുക്കും. ഇത് ഉടച്ചെടുത്തിട്ട് ഒന്നും കൂടി വാടട്ട്, ഒന്നും കൂടി നമുക്ക് പൊത്തി വെക്കാം. അങ്ങനെ സംഭവം യുഗി അല്ലേ? അങ്ങനെ തക്കാളി വാടിയതിതാ, തക്കാളി വാട്ടിയതാ ഇവിടെ റെഡിയായി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിലേ മല്ലിയിലെല്ലാം വേണമെങ്കിൽ ഇടാം, ഞങ്ങൾ ഇടയില്ല. മല്ലിയില വേണമെന്നില്ലടി നമുക്ക്. വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. മുട്ട റോസ്റ്റിലാക്കുമ്പോ ഇടും, തക്കാളി വാട്ടിയത് ഇടയില്ല. ഇഞ്ചിയൊന്നും ഇടയില്ല കേട്ടോ. ഇഞ്ചിയും വേണ്ട നമുക്ക്, വെളുത്തുള്ളി മാത്രം. ഇനി നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും ചേർക്കാറുണ്ടെങ്കിൽ അതുകൂടി പറയാം അല്ലേ? ഞങ്ങൾ അതുപോലെ ആക്കി നോക്കാം ഇനി ഒരു ദിവസം. അറിയുന്ന പോലെ ആക്കാല്ലേ നമുക്ക്. പുതിയ പുതിയ തക്കാളി വാട്ടിന്റെ റെസിപ്പി ഉണ്ടെങ്കിൽ പോരട്ടെ, നമുക്ക് വെറുതെ ട്രൈ ചെയ്യാലോ. ട്രൈ ചെയ്യാം. എന്താണ് ഒന്നുമില്ല, പോയാനല്ലത്. ഓക്കെ, ഇത് ഓഫാക്കാം. ഓക്കെ, റെഡി. എന്നാ ആ ഉണക്ക് പോകുമ്പോഴേക്കില്ലേ എന്റെ കൂടെ ഒന്ന് നാറാത്ത് വരുവാ. എന്തിനീ? എനിക്ക് പോസ്റ്റ് ഓഫീസ് അടക്കും. അതിനെന്താ? ഒന്ന് വണ്ടി എടുത്തിട്ട് പോവാ. എന്താ വന്നേ അവിടെ? അവിടെ ഒരു കൊറിയർ ഉണ്ട്, എനിക്ക് ഇതിന്റെ വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ട് കൊടുക്കണ്ടേ. ഡ്രസ്സാണ്. പ്ലീസ് കാലുടിക്ക്. കാലൊന്നും പിടിക്കൂലോ. അപ്പൊ എന്റെ കൂടെ വരുന്ന എനിക്കറിയാം, ഇല്ലെങ്കിൽ ഞാൻ സ്കൂട്ടി എടുത്ത് പോകും. അവിടെ എന്താ താല്പര്യം കേൾക്കുന്നത്? അല്ല, സ്കൂട്ടി എടുത്ത് പോകും പറഞ്ഞപ്പോഴാണ് എനിക്കൊരു വിഷമം. സ്കൂട്ടി ആയതുകൊണ്ട് മാത്രമേ ഞാൻ എടുത്തിട്ട് പോവാത്ത. എല്ലാവർക്കും ഒരു വിഷമമുണ്ട്. നമ്മളെല്ലാം വിഷമത്തിലാക്കിയിട്ട് നീ അത് ചെയ്യരുത്. അരുത് പെണ്ണേ, അത് കേൾക്കാനുള്ള ശക്തി ഇല്ല. അതെ, നിനക്കായിതാ ഓമലേ ചേട്ടൻ ഇവിടെ കുത്തിയിരിക്കുന്നു, വരൂ നമുക്ക് പോകാം സ്കൂട്ടിയിൽ. നമ്മളെല്ലാരും ഇഷ്ടം പോലെ ചോറുന്നു, അച്ഛൻ മാത്രം ചോറുന്നില്ല. അച്ഛന് മീൻ തന്നെ വേണം. നമുക്കെല്ലാം ഇന്ന് ഉത്സവം. അച്ഛന് മീൻകറി തന്നെ വേണം. ഇത് നമ്മൾ വേറൊരു വഴിയെ കൂടിയാണ് കേട്ടോ പോകുന്നത്. ആലങ്കീഴ് വഴി കൂടിയാണ് പോകുന്നത്. ഇത് വലിയൊരു മരമായിരുന്നു, പൊട്ടി അങ്ങ് വീണു. കനാലടക്കം പൊളിഞ്ഞു പോയി. ഇത് നമ്മുടെ യുവജന വായനശാല ക്ലബ്ബ്. അടിപൊളി അടിപൊളി അടിപൊളി. എല്ലാം നമ്മള് വീഡിയോ കാണുന്ന പിള്ളേരാണ് കേട്ടാ. നമ്മള് ക്യാമറ എടുത്ത് തരുന്നപ്പോ എല്ലാരും കളിക്കുന്ന ഓടി വന്ന്. അപ്പൊ ഇനി എന്തായാലും എനിക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മുടെ നാറാത്ത് പോസ്റ്റ് ഓഫീസ്, അതിൻ്റെ മുകളിലാണ് കേട്ടോ. കിട്ടിയാ? ഒരുപാട് ഡ്രസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, ഇത് ഓണത്തിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഡ്രസ്സാണ്. പട്ടോടായിട്ടാണ് അന്നത്തെ പോലത്തെ. എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് കൊല്ലിക്കോ നീ. അല്ല, ചുരിദാർ കളക്ഷൻസ് ആണ്. നോക്കേ കേറ് ബാ. അപ്പൊ എന്തായാലും ബാ, പോയിട്ട് ഇനി ഉണക്ക് വറക്കണം. ഉണക്ക അമ്മ വറക്കും, അമ്മേന്റെ അലയിൽ ഇട്ട് കൊടുക്കുക. പറയണം കേട്ടോ അമ്മേനോട്. അമ്മ ഉണക്ക് വറുത്ത സൂപ്പറാണ്. സൂപ്പറാണ്. നെഗി വറുത്താ കരിഞ്ഞു പോകുന്ന പറഞ്ഞു. എനിക്ക് വേറെ പണിയുണ്ട്, അടിച്ചെല്ലാം വരാനുണ്ട്. കൊച്ചുകള്ളി ഇങ്ങനെ ഇരിക്കുക മൊബൈൽ നോക്കി. നമുക്ക് മുള്ളം വറക്കണ്ടേ? വാ. അതല്ലമ്മേ, മുള്ളൻ അമ്മ വറുത്താ ഭയങ്കര. കഴിഞ്ഞ ദിവസം അമ്മ മുള്ളം വറുത്തിട്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായി. ബാ മുള്ളം വറക്കാൻ നമുക്ക്. മുള്ളം വൃത്തിയാക്കിയാ പോരല്ലോ, മുള്ളം വറക്കണ്ടേ. ഇങ്ങനെയായ എങ്ങനെ ശരിയാവാ? ബാ അങ്ങോട്ട് വറക്ക്. ഈ മുള്ളനെങ്ങാനും കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വറുത്ത കരിയില്ലമ്മ. ബാ വായോ, നമുക്ക് മുള്ളം വറക്കാം. വായോ വായോ അയൽവക്കാരെ, ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. ഹായ്, ഇന്നെടുത്ത വ്ളോഗാ? ആയിടും ആയിടും. ഇതെന്തായാലും നിങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേ കാണിച്ചിന്, ഇപ്പോൾ കാണിച്ചു. എന്തായാലും ഇടും കേട്ടോ. ഇവര് ഇപ്പൊ എടുത്ത വ്ളോഗില്ലേ, അത് ഇടുവോ ഇന്നിടുവോന്ന് ചോദിച്ചിട്ടാ വരുന്നത്. ഇന്ന് എങ്ങനെ ഇടുവോ? ഇന്ന് എടുത്തത് കഴിയണ്ടടാ. അതെല്ലാം ഇടും കേട്ടോ. എല്ലാരും പേരെന്ന് പറഞ്ഞേ. മോന്റെ ഷമൽ. കേറുന്ന അകത്തോട്ട് കയറുന്ന? വെള്ളം കുടിക്കുന്ന തണുത്തോളം വേണ? ഫുട്ബോൾ ആയിരിക്കും അല്ലെ എല്ലാരും? എന്നാ കളിച്ച് തകർക്ക് കേട്ടാ. അപ്പൊ വ്ളോഗ് വരുമ്പോ കാണ്. ഓക്കെ. വീട്ടിലെല്ലാവരുടെ അന്വേഷണം പറയട്ടാ. ഉപ്പാനോട് ഉമ്മാനോടൊക്കെ പറയേ. ഞങ്ങൾ ഇന്നത്തെ വ്ളോഗിലുണ്ടെന്ന് പറഞ്ഞേ. ഓക്കെ, ടാറ്റ, ബൈ ബൈ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമലി മുളകും മഞ്ഞളും ഒക്കെ വെള്ളം ഒഴിച്ച് ഉണങ്ങി കഴുകിയെടുത്തിട്ട് നമ്മൾ പച്ചമീൻ വരട്ടുന്ന പോലെ വരട്ടും. എന്നിട്ട് അങ്ങോട്ട് വറക്കും. അങ്ങനെ ഉണക്ക മീനുമെല്ലൊന്നും ഇതാവൂല. പച്ച മീൻ വറക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. ഇവിടെ നമ്മൾ എപ്പോഴും ചെയ്യൽ നീക്കിയാണെങ്കിൽ ഇങ്ങനെ ഉണക്കമുള്ളനും ഇങ്ങനെ വറക്കും. ഉണക്കമുള്ളനും
ഉണക്കച്ചെമ്മീനൊക്കെ വറക്കുമ്പോൾ വറുത്തതിന് ശേഷം ലാസ്റ്റിൽ മുളക് ഇടും. അങ്ങനെയാണ് വറുത്തൊരു 3/4 ഭാഗമാകുമ്പോൾ ഒന്ന് മുളകിട്ട് മൂപ്പിച്ചങ്ങ് എടുക്കും. ഇത് മാറ്റി ആ നമ്മുടെ മുള്ളനൊക്കെ ഇവിടെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി സ്മെല്ല് വരുന്നുണ്ട്. കറക്റ്റ് മൊരിഞ്ഞ മണം വരുന്നുണ്ട്. കഴിക്കണ്ട മുളക് പൊടി കുറച്ചും കൂടി ഉണ്ട്. രണ്ടെണ്ണത്തിന് വേണ്ടി എല്ലാം കഴിച്ചേക്കല്ലേ. ഇല്ല അതൊക്കെ സൈഡോട്ട് മാറ്റി. നമുക്ക് ഒരാളുടെ ജീവനിലും വലുതാണ് മറ്റുള്ളവർക്ക് ഒരുപാട് പേരുടെ ജീവൻ. അത് മനസ്സിലായി. ഒരാളുടെ ജീവന് വേണ്ടിട്ട് അമ്മ അപ്പുറമുള്ള 100 പേരുടെ ജീവൻ കളയുന്നു. കേട്ടാ 2 മുള്ളന് വേണ്ടിട്ട് 10 മുള്ളൻ കഴിക്കല്ലേ. മഴ ഞാൻ മാറ്റി വെച്ച് അവിടെ നിന്ന് കാക്ക വെയില് പോയപ്പോ ഉപ്പിട്ടുണക്കിയ മുളക്. അതുകൊണ്ട് ഇത് വേണ്ട. നമ്മുടെ ആവശ്യത്തിന് ഇനിയാണ് മുളക് പൊടി ഇടുക. നമ്മള് മുളക് പൊടി കുറച്ച് വേണമേ. കുറച്ച് മഞ്ഞിടണ അല്ല മതി. അങ്ങനെയല്ല കണക്കാണെങ്കിൽ മതി. എന്നാ കുറച്ച് മല്ലിപ്പൊടി ഇടുന്ന വേണ്ട. മല്ലിപ്പൊടി ഒന്നും ഇടൂല. നീ പറഞ്ഞത് കൊണ്ട് പിന്നെ നിന്റെ അഭിപ്രായം മാനിച്ച് അത് ഞാൻ ലേശം കൂടി ഇട്ടതാണ്. പലതും പറയുന്നു വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ആളത് കൃത്യമായിട്ട് ചെയ്തോളാം. എന്റെ അഭിപ്രായം നോക്കിയാൽ പോക്കാരും. ശരിക്കും എല്ലാം മുള്ളവരും മുളക് പിടിക്കത്തൊന്നും പിടിച്ചല്ലോ. ഇത് 2 ആൾക്ക് പിടിച്ചല്ലോ. എല്ലാവർക്കും ആക്കും. ചതിച്ച് ഇതിനൊരു കണക്കുണ്ട്. ഇത് അത്രയേ ആയുസുള്ളൂ. ഇനി വെറുതെ വെള്ളം ചിക്കിയ വറുത്താൽ മതി. ഇത് ഇട്ട് വീണ്ടും ആ ചട്ടി ഇറക്കി വെച്ചുകൊണ്ട് അന്ന് അത് മാറ്റണ്ടേ വേഗം ആ ചട്ടിന്ന്. ചൂടുള്ള ചട്ടിന്ന് വേഗം മാറ്റിയതൊന്നും ആവൂലായിരുന്നു. ആ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞു മോനെ കഴിഞ്ഞു. അമ്മേന്റെ തലയിൽ ഇട്ട് കൊടുത്തവള് രക്ഷപ്പെട്ട്. അമ്മേ ഇന്നലെ മുള്ള മക്കളുടെ ഭയങ്കര രസമായിരുന്നു. അമ്മാനിന്ന് പുറത്തായിരുന്നു. അമ്മക്ക് പണി കൊടുത്ത് എന്താ ചെയ്യാ. പെട്ട് മുള്ളൻ കരിഞ്ഞു പോയി ഗൈസ്. ഇത് മനസ്സിലാവില്ല. പൊടി മുള്ളനാന്ന് കണ്ടതാ. ഈ മുള്ളനല്ലേ നമ്മ കാണുമ്പോ കഴിഞ്ഞായിട്ട് തോന്നൂല. അല്ല കുറച്ച് കരിഞ്ഞു അമ്മ ഇത് ചത്തിയാണ്. അത് വന്ന് കരിച്ചൂടാണ് ഞാനിവിടെ വന്നിരിക്കണം. എന്റെ ദൈവം ഞാൻ കരിച്ചിട്ടൊന്നുമില്ല. പിന്നെ കരിഞ്ഞതോ അത് പൊടി മുള്ളനാണ്. ചൂട് ചെന്നാ മതി. അപ്പൊ അത് നോക്കണ്ടേ. നോക്കിയെടുത്ത് നല്ല പണിയിട്ടില്ലേ. വെറുതെ കണ്ട് കൈ വെച്ച് കോളായി. നീ രക്ഷപ്പെട്ടു മാറാം. നീ നമ്മുടെ നല്ല ഇട്ട് കൊടുത്ത് നിന്നെ അമ്മ ചതിച്ച്. നീ എന്ത് സംഭവമാടി. പിന്നെന്താ ഞാനെന്താ കണ്ണോട്ടണ. ഇതെല്ലാം എടുത്ത് താഴത്ത് വെച്ചേക്കണത്. ഇതെവിടെ ഉണ്ടായതാ. അല്ല സൈഡിലുണ്ടായതല്ലേ. ആ അതെല്ലാം എടുത്ത് നീ എടുക്കൊണ്ടല്ലേ. ആ നന്നായി അത്. നിനക്ക് ഇതിന്റെ മുകളിൽ കയറ്റി വെച്ചാ പോരെ. ഇത്രയും ഇതിങ്ങനെ സ്ഥലം കളയേണ്ട ആവശ്യമുണ്ട്. ഈ മുകളിൽ കയറ്റി വെച്ചാ പോരെ. ഇവിടെ നിന്ന് ഇപ്പൊ ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ ഉണ്ട്. കണ്ട ഇതെടുത്ത് ഇവിടെ വരെ നോക്ക്. ഇതിങ്ങനെ എടുത്ത് മുകളിൽ വെച്ചാൽ ഭംഗി ഉണ്ടാവില്ലേ. നമുക്ക് പുതിയൊരു പോകുമ്പോലെ അടിയിൽ വെക്കുന്ന വട്ടപാത്രം ഇല്ലേ. പൊട്ടരുതേ. ഇത് ഈ വെള്ള വെക്ക് ഇവിടെ വെള്ള വെക്ക് അതിന്റെ മുകളിൽ ആദ്യം. വട്ടപാത്രം വേണ്ടേ. ഇല്ല അതിന് വേണ്ട. അതിന് ഇന്നറുണ്ട്. ആ കണ്ട ആ മൂലക്ക ആ ചെടി കോർണറിൽ വന്നപ്പോൾ തന്നെ ഭംഗിയായി. എന്താ ഒരു ഭംഗി കാണാൻ. നല്ല ഭംഗിയുണ്ട്. കണ്ട ഈ ചെടി നല്ല നോക്കിയേ നീ. അതെ ഇപ്പം അങ്ങത്തോളം വരെ ചെടികളുള്ളല്ലേ. അത് കട്ട് ചെയ്യണം. കണ്ട നോക്കിയേ. കണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ അതാ പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു 3 വെക്കണം. എനിക്ക് ആറ്റം വരെ വെക്കണം ചെടി. പക്ഷെ നല്ല ഇതുള്ള കാണുന്ന ചെടിയായിരിക്കണം അത്യാവശ്യം. എന്നാലും ആ ചെടിച്ചട്ടി മാത്രം പറ്റില്ല. അത്യാവശ്യം ബുഷായിട്ട് നിൽക്കണം. കൊള്ളാം എന്തായാലും. ഇനിയെങ്കിലും ചോറ് തരുമോ. വെള്ളം ഒഴിക്കടി. വെള്ളം ഒഴിക്ക ദേശം. എന്തായാലും നമ്മൾ ചോറ് കഴിക്കട്ടെ. അമ്മ ചോറ് കഴിച്ചാ അതെ. ഓക്കെ അപ്പൊ എന്നാ പിന്നെ നമ്മൾ കഴിക്കട്ടെ. എല്ലാരും കഴിച്ചു. അതെ തക്കാളി വാട്ടിയത് വിത്ത് ഉണക്ക പാവം അമ്മ. സൂപ്പർ. മീനും വേണ്ട ഒന്നും വേണ്ട. ഇതാണ് ധാരാളം. മുള്ള ഞാൻ എടുക്കുന്നുണ്ട്. അടിക്കണ്ട നോക്കട്ടെ.
നേരത്തെ തിന്നാലേ ഞാൻ നോക്കിയതാ. തണുത്ത് കഴിഞ്ഞപ്പോ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ചൂട് കൂടിയാണത് അല്ലേ? എന്നാ പിന്നെ നമ്മള് ചോറ് കഴിക്കട്ടെ. നിങ്ങളൊരു കാന്താരിമുളക് കൊണ്ടല്ലേ? ജയാന്റെ ഉപ്പിലിട്ട് കൊണ്ടുതന്ന കാന്താരിമുളക്. അത് ഞാനല്ലല്ലോ പറഞ്ഞേ, ഭർത്താവാ പറഞ്ഞത് അമ്മേന്റെ. ഗൈസ്, സത്യം പറഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നിന്നിട്ട് 3 മണിക്കൂറുള്ളൊരു വ്ളോഗായിരുന്നു കേട്ടോ ഇത്. അവസാനം അതിൽ നിന്ന് വെട്ടിക്കുറച്ച് 1 മണിക്കൂറായിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 1 മണിക്കൂറുള്ളൊരു വ്ളോഗ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. നികി അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി ചക്കയൊക്കെ എടുത്ത് മീൻകറിയൊക്കെ നോക്കിയിട്ടൊക്കെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം വോയിസ് ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ വെട്ടിക്കുറച്ചതാണ്. ഈ വോയിസ് ഓവർ ചെയ്ത് തീർത്തതാണ്, അല്ലെങ്കിൽ ഇവിടെ എങ്ങും തീരൂല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ തട്ടിക്കൂട്ട് പഴംപൊരി കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി ചായ കുടിച്ച് നമ്മളിത് എവിടെ ഇരുന്നു ഒരു സിനിമ കാണാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ.